പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം വളരെയധികം കൃപ നിറഞ്ഞ ആത്മാവിൻ്റെ വചനമാണ്. നമ്മളിന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. 1 യോഹന്നാൻ 3-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഏതൊരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയുടെ ഈ വലിയ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആഴത്തിൽ പതിപ്പിക്കണം. തിരുവചനത്തിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ശക്തമായിട്ട് കേൾക്കുന്ന വചനമുണ്ട്. യെശയ്യാ 59:1 മുതലുള്ള വചനം. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ ചെവികൾക്ക് മാനം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും വലിയ അർത്ഥമാണ്. ധ്യാനത്തിൽ കാണാൻ പറ്റും, ചില ആളുകൾ ധ്യാനം കൂടാൻ വരുമ്പോൾ ധ്യാനത്തിൽ വെച്ച് നല്ലൊരു കുമ്പസാരം നടത്തും. അവിടെ ജീവിതത്തിൽ എവിടെയൊക്കെ തെറ്റുകൾ പറ്റി അത് തിരുത്തി കഴിഞ്ഞപ്പോൾ അത്ഭുതം ഉണ്ടാകുന്നത് കാണാൻ പറ്റും. ആളുകൾ ചോദിച്ചാൽ ഈ ധ്യാനം കൂടിയ ശേഷം ഇവർക്ക് പെട്ടെന്ന് അനുഭവം ഉണ്ടാകുന്നു, അല്ലെ മാനസാന്തരം ഉണ്ടാകുന്നു, അല്ല സൗഖ്യമുണ്ടാകുന്നു, മറ്റു പലവിധ ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? എവിടെയോ തിരുത്താനുണ്ടായിരുന്നു, എവിടെയോ ദൈവത്തിൻ്റെ വഴി വിട്ട് സ്വന്തം വഴിയിലൂടെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ നാളുകളിലെ അവൻ്റെ പ്രാർത്ഥന, അവളുടെ പ്രാർത്ഥന എത്തേണ്ടതുപോലെ എത്തിയിട്ടില്ല, ദൈവസന്നിധിയിൽ എത്തേണ്ടതുപോലെ എത്തിയിട്ടില്ല. കാരണം എവിടെയോ തിരുത്തപ്പെടേണ്ട മേഖലയുണ്ട്, എവിടെയോ മാറ്റങ്ങൾ വരുത്തേണ്ടെന്ന് മേഖലയുണ്ട്. ആ മേഖലയിൽ മാറ്റം വരുത്തി കഴിഞ്ഞപ്പോഴാണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം കിട്ടുന്നത് കാണാൻ പറ്റും. ആ മേഖലയിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുക. ശരിക്കും ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ പാപത്തോടും പാപ സാഹചര്യങ്ങളോടും നമ്മൾ വിട പറഞ്ഞേ പറ്റും. ഏതെങ്കിലും പാപത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എനിക്ക് ദൈവത്തെ അറിയാനാവില്ല. ഇന്ന് പല ആളുകളും ദൈവത്തിനെതിരെ പോകുന്ന കാണാം, നിരീശ്വരവാദം വരുന്ന കാണാൻ പറ്റും, അഹന്ത സംസാരിക്കുന്ന കാണാം, വചനത്തിനെതിരെ പോകും. ദൈവമൊന്നും ഇല്ലെന്നേ, ഇതൊക്കെ വെറും കഥയാണ്, കെട്ടുകഥയാണ്, ഇതൊരു മായാലോഹമാണ് എന്നൊക്കെ ഇമാജിനേഷനാണ്, ഹലൂസിനേഷനാണ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താ പ്രശ്നം? പാപം ഉള്ളിൽ കിടക്കും. ഉള്ളിൽ വൈരാഗ്യം, വെറുപ്പ്, ധനാസക്തി, ജഡിക പാപങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അഹന്ത തെറ്റിക്കിടക്കുക, കുടില ബുദ്ധി നിൽക്കുക, വക്രബുദ്ധി നിൽക്കുക, പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടിയുള്ള നെട്ടോട്ടം നിൽക്കുക, ഒരുപാട് ദുർമോഹങ്ങൾ ഹൃദയത്തിലിരിക്കുക. അതുകൊണ്ട് ഇവന് ദൈവത്തിലേക്ക് തിരിയാനോ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനോ ദൈവത്തെ അറിയാനോ പറ്റുന്നില്ല. വിശുദ്ധരുടെ ജീവചരിത്രം പഠിച്ചു. അവരെങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടിയത്? അനുദിനം തങ്ങളുടെ ജീവിതത്തെ നവീകരിച്ചപ്പോഴാണ്. അനുദിനം അവർ പാപത്തോടും പാപ സാഹചര്യങ്ങളോടും വിട പറഞ്ഞപ്പോഴാണ്, അശുദ്ധിയെ തള്ളിപ്പറഞ്ഞപ്പോൾ, തിന്മയായ കൂട്ടുകെട്ട് കളഞ്ഞപ്പോൾ, തെറ്റായ ചിന്തകൾ പോലും എടുത്ത് കളഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ അവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് പാപത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവത്തെ അറിയാനും സ്വന്തമാക്കാനും പറ്റാതെ പോകുന്നത് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കും. വീണ്ടും പറയാം, കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതിമാനാ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാ. യോഹന്നാൻ അപ്പോസ്തലൻ പലതവണ പറയുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ള. യോഹന്നാൻ 8:44 പറയുന്ന പോലെ അവൻ പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. നിങ്ങൾ അവനിൽ നിന്നുള്ള. ഈശോ പരിസയരോടും യഹൂദ പ്രമുഖരോടും പറയുന്ന വാക്കാണ്, വളരെ വലിയ വാക്കാണ്. നിങ്ങൾ അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത്. അവനാണ് നിങ്ങളുടെ അബ്രാഹമല്ല നിങ്ങളുടെ പിതാവ്. അബ്രാഹമായിരുന്നു നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുമായിരുന്നു. പിശാചാണ് നിങ്ങളുടെ പിതാവ്, അതാണ് നിങ്ങൾ പറ്റിയത്. അവൻ പിശാചല്ല. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. ദൈവവിരുദ്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തി, വിശുദ്ധിയെ തള്ളിപ്പറയുന്ന വ്യക്തി, പാപം ഉപേക്ഷിക്കാത്ത വ്യക്തി,
ലോക സുഖങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന വ്യക്തി ഇന്നല്ലേ നാളെ തീർന്നു പോകുന്ന ജീവിത സുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കും. അവനേക്കാളും വില അവൻ വസ്തുവിന് കൊടുക്കും. അവൻ്റെ ആത്മാവിനേക്കാളും അവൻ്റെ ജീവിതത്തെക്കാളും വില ഭൗതികതയ്ക്ക് കൊടുക്കുന്ന വ്യക്തി. അങ്ങനെ പാപം ചെയ്യുന്ന വ്യക്തി പിശാചിൽ നിന്നുള്ളവനാണ് എന്ന് പഠിപ്പിക്കുക. വീണ്ടും പറയാം, എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈശോയുടെ ആഗമനത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ തിന്മയുടെ ശക്തിയെ ബഹിഷ്കരിക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ തിന്മയുടെ ശക്തികൾ മനുഷ്യകുലത്തിൽ പാപം വിതയ്ക്കുക. ഇന്ന് ലോകത്ത് പാപം പെരുകിക്കൊണ്ടിരിക്കുക, ശരിക്കും പെരുകിക്കൊണ്ടിരിക്കുക, തലമുറകളിലേക്കെല്ലാം പെരുകുക. ശരിക്കും അന്ധകാരം കൊണ്ട് ലോകം നിറയാൻ പോവുക. ഈ സമയത്ത് ശരിക്കും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആളുകളിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ശക്തമായ പ്രേരണ തരിക. പലപ്പോഴും ലോകത്തിൽ പറയുന്നുണ്ട് മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകാം, പലതരത്തിലുണ്ടാകും. ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. സയൻസ് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പറയാറുണ്ട്. അറ്റമിക്കായിട്ട് അറ്റംസിലൂടെ ഉണ്ടാകാൻ പറ്റും. പലതരത്തിലുള്ള വിധത്തിൽ മൂന്നാം ലോകമുഖ യുദ്ധങ്ങൾ ഉണ്ടാകാം, രാജ്യങ്ങൾ തമ്മിൽ ഒക്കെ ഉണ്ടാകാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാ? ഇത്തരം നാശീകരണ തിന്മ പൈശാചിത്തെയാണ്. പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പരിശുദ്ധമാവ് പലപ്പോഴും തരുന്നത് മൂന്നാം ലോകമഹായുദ്ധം സംഭവിക്കുന്നത് അങ്ങനെയല്ല, വ്യത്യസ്തമായിട്ട് സംഭവിക്കാൻ പോകുന്നു. മൂന്ന് വലിയ ശരിക്കും പറഞ്ഞാൽ വിസ്ഫോടനങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോവുക. മൂന്ന് വലിയ തിന്മകൾ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്നത് ശരിക്കും അതിലൂടെ അത് സാത്താൻ പ്രവർത്തിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല, ചില പാപത്തിൻ്റെ വഴിയില്ല. 3 തരം പാപങ്ങളാണ്. ഒന്ന് മദ്യം, അതൊരു ഭയങ്കര ബോംബാണ്. അത് ഇന്ന് അനേക കുടുംബങ്ങളിൽ അത് പൊട്ടിത്തെറിക്കുക. അതാണ് ശരിക്കും ഇന്നത്തെ ഒരു പറ്റം ആളുകളെ നശിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബങ്ങളെ, ദേശങ്ങളെ, നല്ല സമാധാനമുള്ള കുടുംബങ്ങളെ, നല്ല ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ, നല്ല മാതാപിതാക്കളെ മക്കളെ തകർക്കുന്ന മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തകർക്കുന്ന വലിയൊരു തിന്മയുടെ ആയുധമാണ്. ശരിക്കും ഒരു വലിയൊരു ബോംബിംഗ് ആണ്. ഇതിലൂടെ വലിയ നാശം സംഭവിക്കാൻ പോവുക. രണ്ടാമത് സെക്സ്, ലൈംഗികത, അതിൻ്റെ അരാജകത്വം, വഴിവിട്ട ബന്ധങ്ങളും വഴിവിട്ട ഇത്തരം മേഖല പോയി കഴിഞ്ഞ് അതൊരു ബോംബിങ്ങാണ്. തകരുക, പൊട്ടിത്തെറിയുക, തകർന്നു പോവുക. അനേകം യുവതികൾ ഇതിൽ നശിച്ചുകൊണ്ടിരിക്കുക. ആരും അറിയുന്നില്ല. ഈ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, വലിയ ലോകത്ത് ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. മൂന്നാമത്തേത് പരിശുദ്ധമായി പറയുക, പണക്കൊതി, പണത്തോടുള്ള ഭയങ്കരമായ കൊതി. അതിനുവേണ്ടി എന്തും ചെയ്യുന്ന, ആരോടും ചെയ്യുന്ന, ഏത് കൊലയും ചെയ്യുന്ന, ഏത് പ്രവൃത്തിയും ചെയ്യുന്ന പ്രവൃത്തി. ഈ മൂന്ന് ബോംബ് ഇന്ന് കുടുംബങ്ങളിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുക, ദേശത്ത് പൊട്ടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഫലം എന്നാ? തീരാൻ പോവുക. അനേകം കുടുംബങ്ങൾ, ജീവിതങ്ങൾ തകർന്നു പോകാൻ പോവുക. ഇതിൻ്റെ പരിണത ഫലം ഉണ്ടാകും. ഇതാണ് ശരിക്കും മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ചില ആയുധങ്ങൾ എന്ന് കരുതുക. മറ്റുണ്ട്, ഓരോരുത്തർ ഓരോ വിധത്തിൽ പറയും. പക്ഷേ ഇത് ശരിക്കും നോക്കുമ്പോൾ ഇന്ന് ദേശത്ത് നശിപ്പിക്കാൻ ഏറ്റവും നല്ലത് തിന്മ പരത്തിയാൽ മതി. ഒരു കുടുംബം നശിപ്പിക്കാം, പാപത്തിലേക്ക് വീഴ്ചാൽ മതി, ഒരു പെങ്കൊച്ചിനെ നശിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ മദ്യപാനത്തിലേക്ക് പോയാൽ മതി. പണത്തിന് വേണ്ടി ഓടിയാണ്. അല്ല, പണക്കൊതിരുമ്പോഴാണ് രാജ്യങ്ങളിലെ ഓടി നടക്കുക, കാശുണ്ടാക്കാൻ വേണ്ടി. ഇത് നശിക്കാൻ പോകും. ഇത് ശരിക്കും ബോംബിങ്ങാണ്. മനുഷ്യ ഹൃദയത്തിനകത്തുണ്ടായ ഒരു വിസ്ഫോടനം. കാരണം എന്താ? ഹൃദയത്തിൽ ഈ ദുർമോഹം കയറാൻ കാരണം എന്താ? ഹൃദയത്തിൽ യേശുക്രിസ്തുവിന്, ദൈവസ്നേഹത്തിന് സ്ഥാനം കൊടുക്കാതെ വന്നപ്പോൾ, ദൈവത്തിന്, യേശുക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാതെ വന്നപ്പോൾ ഹൃദയത്തിൽ ഉണ്ടായ 3 തരം വലിയ ബോംബാണ്. ഇതിന്ന് സമൂഹങ്ങളെ, കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് മാറണമെങ്കിൽ ഇതിനകത്ത് ഹൃദയത്തിൽ ഈശോ വന്ന് ജനിക്കണം. വീണ്ടും വചനം പറയുക, ദൈവത്തിന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കും. ദൈവ ചൈതന്യം വെച്ചാൽ പരിശുദ്ധാത്മാവിനർത്ഥം. പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഉണ്ടെങ്കിൽ അവന് പാപം ചെയ്യാൻ പറ്റില്ല. അവൻ ഈ തിന്മയിലേക്ക് പോകുകയല്ല, ഇത്തരം പാപത്തിലേക്ക് പോവുകയല്ല, നശീകരണം നടത്തില്ല, തകർക്കില്ല. ഇന്ന് പലരും തകർത്തുകൊണ്ടിരിക്കുക, നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം അഭിഷേകം നഷ്ടപ്പെട്ടു, കൃപ ചോർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മൃഗീയമായൊരു ജീവിതമാണ്. അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടാൻ സാധ്യതയേറെയുണ്ട്, സാത്താൻ്റെ പ്രവൃത്തിയിൽ കൂടാൻ സാധ്യതയുണ്ട്, നശീകരണ പ്രവൃത്തിയിൽ കൂടാൻ പോവുക. ശരിക്കും ഈ സമയത്ത് കരഞ്ഞ് ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നിലവിളിച്ചു, ദൈവമേ, ഇടപെടുന്ന ചരിത്രത്തിൽ ഇടപെട്ടുള്ള കർത്താവേ, അങ്ങ് ഇടപെട്ടിട്ട് ഈ പാപത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ പാപം പെരുകുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല, സത്യത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല, നമുക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പറ്റുന്നില്ല, കൃപയ്ക്ക് വേണ്ടി കൃപയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഈ അന്ധകാര ശക്തികളെ തോൽപ്പിക്കുക എന്നുള്ള ആവശ്യം. ഇവിടെ വചനം പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം
അവനിൽ വസിക്കുന്നു. അതാണ് അഭിഷേകം. ഈ നാളിൽ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകൾ, ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ ശരിക്കും ലക്ഷ്യം വെക്കുന്നതാണ്, ശരിക്കും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ കവിയട്ടെ. എങ്കിൽ നമ്മൾ ഇത്തരം സംഭവങ്ങൾ നിർവീര്യമായി പോകും, അശുദ്ധാത്മാവ് വിട്ടുപോകും. ഈ ബോംബൊക്കെ നിർവീര്യമായി പോകണമെങ്കിൽ ദൈവസ്നേഹമാകുന്ന വലിയ സംഭവം നമ്മുടെ ഹൃദയത്തിൽ നിറയണം. പരിശുദ്ധാത്മാവ് നിറയണം. അല്ല, അപ്പസ്തോലന്മാരിൽ പല തിന്മയുടെ സ്വാധീനങ്ങൾ അവർ വിട്ടുപോയി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ, കൃപ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അരൂപിയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പുതിയ വ്യക്തികളായിട്ട് മാറി. പുതുജന്മം പ്രാപിച്ച ഒരാൾ തരും. പഴയ പത്രോസല്ല, പഴയ യാക്കോബ്, പഴയ യോഹന്നാനല്ല, അഭിഷേകമുള്ള യോഹന്നാനായിട്ട് മാറി. അഭിഷേകമുള്ള അവരുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, അവരുടെ ചിന്തകൾ, അവരുടെ പ്രവൃത്തികൾ എല്ലാം വചനാധിഷ്ഠിതമായ സുവിശേഷവുമായിട്ട് ബന്ധമുള്ള ജീവിതം, യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന കാണാൻ പറ്റും. ഈശോയെ കാരണം ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്. ആ അഭിഷേകം അവർ പാപം ചെയ്യാൻ പറ്റില്ല. പാപം ചെയ്യാൻ പ്രേരണ വരുന്ന സാഹചര്യങ്ങളിൽ പോലും അവർ പാപം ചെയ്യുന്നില്ല. അവരെ ഉപദ്രവിക്കുന്നവർ ക്ഷമിക്കുന്നു, ശത്രുക്കളോട് അവർ ക്ഷമിക്കുന്നു, പീഡിപ്പിക്കുന്നവരെ അവർ അനുഗ്രഹിക്കുന്നു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ വചനം അതേപടി പാലിക്കാൻ പവർ കിട്ടിയ ആ പവറാണ് പരിശുദ്ധാത്മാവ്. ക്രിസ്തു സുവിശേഷത്തെ അതേപടി പിൻചെല്ലാൻ നമ്മളെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ആണ് പരിശുദ്ധാത്മാവ് എന്നറിയാത്തൊരു വ്യക്തിക്ക് ക്രിസ്തുവിനെ അതേപടി ഫോളോ ചെയ്യാൻ പറ്റിയല്ല, അനുകരിക്കാൻ പറ്റിയല്ല. ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവ്യർ, ഡോൺ ബോസ്കോ, അനേകം വിശുദ്ധരുടെ ജീവചരിത്രം പഠിച്ചു. അവർ മുഴുവൻ തന്നെ അഭിഷേകം കിട്ടിയ മക്കളാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുക ക്രിസ്തുവിനെ അതേപടി ജീവിതത്തിൽ പകർത്താനുള്ള ക്രിസ്തു മൂല്യങ്ങളെ മാത്രമല്ല, ക്രിസ്തുവിനെ അതേപടി അവർ പോകുന്ന ക്രിസ്തു പോകുന്ന പോലത്തെ അവരുടെ സാന്നിധ്യം തന്നെ ക്രിസ്തു സാന്നിധ്യം. അവരുടെ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, അവരിലൂടെ മാനസാന്തരം ഉണ്ടാകുന്നു. അവർ സഹനമേറ്റെടുക്കുന്നു, സഹനത്തെ സ്നേഹിക്കുന്നു, കുരിശനെ സ്നേഹിക്കുന്നു, വിശുദ്ധിയിൽ ജീവിക്കുന്നു, പുണ്യത്തിൽ ജീവിക്കുന്നു. ഒരു ചെറിയ പാപം പോലും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ പാപം ചെയ്യും. പാപം ഉറപ്പാണ്. ഈ തലമുറ പാപം പെരുകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അഭിഷേകം നിറഞ്ഞിട്ടില്ല. അഭിഷേകം നിറഞ്ഞിട്ടില്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലത്തെ ചില ബോംബുകൾ നമ്മുടെ ജീവിതത്തിൽ പൊട്ടിത്തെറിക്കും. നമ്മൾ ചില തിന്മ ഇങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന പാപത്തിൻ്റെ മേഖല പൊട്ടിത്തെറിക്കും. ചില വെറുപ്പായിരിക്കും, ചില വൈരാഗ്യമായിരിക്കും, ധനക്കൊതിയായിരിക്കാം, പേരിനെ പെരുമയ്ക്ക് വേണ്ടിയുള്ള ആർത്തിയായിരിക്കാം, മദ്യാസക്തിയാകാം, ജഡിക പാപ ആസക്തിയായിരിക്കും. ഇത് നമ്മൾ പൊട്ടിത്തെറിക്കും. അത് പിന്നെ നമ്മളെ നശിപ്പിക്കും, നമ്മളെയും കൊല്ലും, മറ്റുള്ളവരെയും കൊല്ലും, നമ്മളും നശിക്കും, നമ്മുടെ കുടുംബത്തോളം നശിക്കും, ദേശവും നശിക്കും, മുഴുവൻ തീരുക. അപ്പോൾ നമ്മളതിനകത്ത് ഒന്നും തോന്നുകയില്ല. പക്ഷെ ഇത് വലിയൊരു സങ്കടം നിറഞ്ഞ കാലഘട്ടമാണ്. ഈശോ പറഞ്ഞൊരു വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട്, ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു വരണം, മാനസാന്തരപ്പെടണം. പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റും. ആ ദൈവാനുഭവം ഏറ്റവും വലിയ സമ്പത്ത്. ദൈവാനുഭവം ഏറ്റവും വലിയ സമ്പത്ത്. ഈശോയാണ് വലിയ സമ്പത്ത്. ഈശോയിൽ ആയിത്തീരുക എന്നുള്ള വലിയ സമ്പത്ത്. ഈശോയിൽ ജീവിക്കുക എന്നുള്ള ഏറ്റവും വലിയ നേട്ടത, ഏറ്റവും വലിയ ആനന്ദം ക്രിസ്തുവിൽ ആയിത്തീരുന്നതാണ്. ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. അപ്പോൾ ആ ഒരു ആനന്ദത്തിലേക്ക് ഉയരണമെങ്കിൽ ആ തടസ്സമായി നിൽക്കുന്ന പാപത്തെയും പാപ സാഹചര്യങ്ങളെയും തള്ളിപ്പറയാൻ നമ്മൾ തയ്യാറാകണം. അനേക ജീവിതങ്ങൾ അനുഭവങ്ങൾ എപ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്ന എപ്പോഴാണ് വലിയ സൗഖ്യങ്ങൾ പോലും ഉണ്ടാകുന്ന കാണാൻ പറ്റും. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം. അതുകൊണ്ട് നമ്മൾ ഈ പാപം കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ തകർച്ചയ്ക്ക് കാരണം. ഇത് ഉള്ളിൽ കിടക്കുകയാണ്. അത് ഉള്ളിൽ വെച്ചിട്ട് പുറമേ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ളൊരു വേഷം ധരിച്ചുകൊണ്ടൊന്നും മറഞ്ഞു പോവുകയല്ല. അത് ഉള്ളിൽ തന്നെ കിടക്കുക. അത് ഉള്ളിൽ നിന്ന് എടുത്തു കളയാതെ ഒരിക്കലും ശരിയാകത്തില്ല. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എടുക്കേണ്ടത് ഒരു നല്ല കുമ്പസാരം നടത്തുക. പശ്ചാത്താപം നിറഞ്ഞ, അനുതാപം നിറഞ്ഞ നല്ലൊരു കുമ്പസാരം നടത്തുക. സഭയിലൂടെ പാപമോചനം പൂർണ്ണതയിൽ അത് നേടിയെടുക്കുക. എന്നിട്ട് യേശുവിൽ ആയിത്തീരുക. കൂടുതൽ അടുത്ത് അനുഗമിക്കാൻ തീരുമാനം എടുക്കുക. അത് അഭിഷേകം. അവിടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നിറയണം. അപ്പോഴാണ് നമുക്ക് തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുക. വീണ്ടും വചനം പറയുക, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, പരിശുദ്ധാത്മാവിൽ ജനിച്ചവൻ, പരിശുദ്ധാത്മാവ് ജന്മം കൊടുത്തവൻ, അഭിഷേകം കിട്ടിയവൻ, കൃപ കിട്ടിയവൻ, അവൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, മറ്റൊരു ക്രിസ്തുവായിട്ട് തീരുക. അവന് പാപം ചെയ്യാൻ സാധ്യമല്ല എന്ന് വചനം പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. അപ്പോസ്തലൻ പറയുക, വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റും ആരാണ് പിശാചിന്റെ മക്കള്, ആരാണ് ദൈവത്തിന്റെ മക്കള്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കും. ജീവിത സാക്ഷ്യം വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാ മേഖലയിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ദൈവമക്കളായിട്ട് തീരുക.
പിശാചിനെ സാക്ഷ്യം പറയും. എപ്പോഴെല്ലാം പാപത്തിന് നീ സപ്പോർട്ട് ചെയ്യുന്നു, പാപം നീ ആവർത്തിച്ച് അവർ ചെയ്യുന്നു, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ചെയ്യുന്നു, അപ്പോഴൊക്കെ നീ പിശാചിൻ്റെ മകനായിട്ട് പിശാചിൻ്റെ മകളായിട്ട് മാറുകയാണ്. അതാണോ അതോ ക്രിസ്തുവിൻ്റെ മകനായിട്ട്? അതാണ് അഭിഷേകം. ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈശോയുടെ മകനായിട്ട് ഈശോയുടെ മകളായിട്ട് ഈ ഭൂമി ജീവിക്കാൻ പറ്റുക. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. ഇവിടെ സഹോദര സ്നേഹത്തെക്കുറിച്ച് വളരെയധികം ഗൗരവത്തോടെ യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. സ്നേഹം ഭയങ്കര. കാരണം സ്നേഹിക്കാം, എല്ലാവരും സ്നേഹിക്കാൻ പറ്റുക. അത് ദൈവം നിറഞ്ഞൊരു വ്യക്തിക്കേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ക്ഷമിക്കാൻ പറ്റുള്ളൂ, സഹിക്കാൻ പറ്റുള്ളൂ, പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സ്നേഹം നിറഞ്ഞൊരു വ്യക്തി, എല്ലാത്തിനും സ്നേഹിക്കുന്ന വ്യക്തി, പരാതികളുടെ വ്യക്തിയല്ല, കുറ്റം പറയുന്ന വ്യക്തിയല്ല, പക തീർക്കുന്ന വ്യക്തിയല്ല. അതൊന്നും അഭിഷേകം കിട്ടിയിട്ടില്ല. അഭിഷേകം കിട്ടിയിട്ടുള്ള വ്യക്തി പകയും അസൂയയും വിദ്വേഷവും ഒക്കെ, കുറ്റം പറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവണിക്കലും ഉപദ്രവിക്കലും ചീത്ത പറച്ചിലും. പക്ഷെ സ്നേഹം നിറഞ്ഞ വ്യക്തിക്ക് അതാവില്ല. സ്നേഹം നിറച്ച വ്യക്തി സഹിച്ചുകൊണ്ട് മുന്നോട്ടിരിക്കും, സഹിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. വേദനയോടെ ചില അമ്മമാർ തങ്ങളുടെ മക്കൾ വളരെ മോശമാണെന്നറിയുമ്പോഴും ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സഹിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. കുടുംബത്തിന് വേണ്ടി സഹിക്കുന്നത് കാണാൻ പറ്റും, വേദന എടുക്കുന്നത് കാണാൻ പറ്റും. ആ സ്നേഹമുള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതങ്ങളാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പല ആളുകളും ജീവിതം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നത് അവരുടെ ഉള്ളിൽ ദൈവസ്നേഹമുള്ളത് കൊണ്ട്. ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ പുറകോട്ട് പോകാതെ മുന്നോട്ട് നീങ്ങുന്ന കാര്യം ദൈവസ്നേഹമുള്ളതുകൊണ്ട്. അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നമുക്ക് നിറയാം, സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാം, ദൈവിക നിയമം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാനുള്ള തീരുമാനമെടുക്കാം. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും തള്ളിപ്പറയാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സാത്താൻ്റെ മക്കളാകരുത്, ദൈവത്തിൻ്റെ മക്കളാകാം. ദൈവത്തിൻ്റെ മക്കൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മക്കളാണ്. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ താല്പര്യമുള്ള മക്കൾ. ആ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് തിന്മയുടെ ശക്തികളെ നമുക്ക് ബഹിഷ്കരിച്ചുകൊണ്ട്, തിന്മയുടെ അന്ധകാര ശക്തികളെ ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേലെ ഇറങ്ങാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. വ്യാപിക്കട്ടെ, വിടുതലും സൗഖ്യവും അഭിഷേകം നിറയട്ടെ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾ ഇവിടെ ഏറ്റെടുക്കണം. കർത്താവേ, അങ്ങയുടെ പദ്ധതിയോട് സഹകരിക്കാനുള്ള കൃപ തരണമേ. അങ്ങയുടെ മനസ്സിലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പദ്ധതികളെ ഓർത്ത് നന്ദി പറയുക. ശുഭമായ ഭാവി പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. ഈ സമയത്ത് അങ്ങയുടെ ആണിപ്പഴുള്ള കൈകൾ നീട്ടി ഈ മക്കൾ ഓരോരുത്തരും സ്പർശിക്കണം കർത്താവേ. പാപത്തിൻ്റെ കെട്ടഴിച്ചു വിടണമേ. പൈശാചിക ബന്ധനം അഴിക്കണേ കർത്താവേ. വിടുതൽ നൽകണം കർത്താവേ. ഓരോ കുടുംബങ്ങൾക്കും വിടുതൽ നൽകണമേ. ഓരോ മക്കൾക്കും വിടുതൽ നൽകണേ കർത്താവേ. അങ്ങയുടെ കര നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം കർത്താവേ. തകർന്നിരിക്കുന്ന മക്കൾ, കണ്ണുനീരൊടുക്കുന്ന മക്കൾ, വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ, മനസ്സൊരുക്കി അങ്ങയെ വിളിക്കുന്ന മക്കൾ, അവരിലേക്കെല്ലാം അങ്ങയുടെ കരുണ കൊടുക്കണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം. പാപബന്ധനം അഴിച്ചുവിടണമേ, കെട്ടഴിച്ചുവിടണം കർത്താവേ. പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ ഇരിക്കുന്ന ഈശോയെ, അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. മാനസാന്തരപ്പെടാനുള്ള കൃപ തരണമേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ തേടാനുള്ള കൃപ തരണമേ. സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ ഈശോ. ദൈവമേ, ഈശോ ഈശോയെ വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നൽകണമേ. ഈശോയെ അനുഗ്രഹിക്കണം കർത്താവേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇപ്പോൾ സംഭവിക്കണം കർത്താവേ. അങ്ങേ തേടുന്ന മക്കളെ പ്രത്യേകം പരിഗണിക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് ഫലമേൽപ്പിക്കുന്ന കർത്താവേ. കുടുംബങ്ങളെ തരുന്ന കർത്താവേ. ഞങ്ങളുടെ എല്ലാ മേഖലകളും അങ്ങേക്ക് തരുന്ന കർത്താവേ.
അങ്ങയുടെ കരുണയുടെ കര നീട്ടണമേ, കരുണയുടെ കര നീട്ടണമേ. ആണിപ്പഴുതുള്ള കൈകൾ നീട്ടി ഓരോ മകനെ മകളെ തൊട്ടനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് അങ്ങ് കൊടാനുകൂടി നന്ദിയും ആരാധനയും അർപ്പിക്കുന്ന കർത്താവ്. എല്ലാ മക്കളിലേക്ക് അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം കർത്താവ്. എല്ലാ മക്കളും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം കർത്താവ്. അങ്ങയുടെ കൃപ വർഷിക്കണം കർത്താവ്. പരിശുദ്ധാത്മാവിനെ വർഷിക്കണം കർത്താവ്. സാത്താന്റെ ആധിപത്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും പൂർണ്ണമായി വിടുതൽ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പോരാ, കരമുടിയത്തി കടിച്ച കത്തടിയട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണം. പഠിക്കേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പഠിക്കേ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, എല്ലാം മറന്നു. യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ആമേൻ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കരമുടിയത്തിലടിച്ച് നന്നായിട്ട് ആടിപ്പാടി ആടിപ്പാടി ഈശോ ആരാധിക്കുന്നു. ആരെ നോക്കണ്ട, എടമല നോക്കാതെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കും. കേട്ടറിയണം, നന്നായിട്ട് കൈകളടിച്ച് പാടിക്കണം. സാത്താന്റെ ശക്തികള് ശരീരത്തൊക്കെ പൊക്കോളും, മനസ്സിലൊക്കെ പൊക്കോളും, കുടുംബത്തിന് പോകും. ഈ സമയത്ത് വീട്ടിൽ അത്ഭുതം ഉണ്ടാവും, അത്ഭുതം ഉണ്ടാവും. പാപമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. കൈകളുയർത്തിലയച്ച് രോഗമെല്ലാം മാറിയിടട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ
ഒറ്റ വിളിച്ചേ. ഹല്ലേലൂയ. ആരാധന. നന്ദി 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 നന്ദി. കണ്ണുകൾ അടച്ചു പിടിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും കൽപ്പിക്കുന്നു കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ. യെശയ്യാ 11:4-5-6 വചനം കൊണ്ട് കൽപ്പിക്കുന്നു. ആജ്ഞാവചനം കൊണ്ട് കൽപ്പിക്കുന്നു. 9:1-2 അധികാര ശക്തി വഹിച്ചിട്ടുണ്ട്. അവൻ 12 പേരെ തിരഞ്ഞെടുത്ത് സകല വിശ്വാസികളുടെ മേലെ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താൻ, ദൈവരാജ്യം പ്രസംഗിക്കാൻ കർത്താവ് യേശു നൽകിയ അധികാരത്തോട് നന്ദി പറഞ്ഞു. കർത്താവെ നന്ദി നന്ദി സ്തോത്രം. കർത്താവ് യേശു നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തോട്, സൗഖ്യത്തിന്റെ വിടുതലിന്റെ അധികാരത്തിൽ നന്ദി പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള മുഴുവൻ മക്കളുടെ രോഗങ്ങളുടെ മേൽ കർത്താവെ അങ്ങയുടെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുത്തണം. സൗഖ്യം കൊടുത്തുകൊണ്ട് സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ തലച്ചോർ സംബന്ധമായ രോഗങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുമാറാത്ത തലവേദന, ട്യൂമർ രോഗങ്ങൾ, തലയ്ക്കകത്തുള്ള വേദനകൾ, ബ്രെയിൻ ഹെമറേജ് രോഗങ്ങൾ, ഓർമ്മശക്തിക്കുറവുകൾ, മറവി രോഗങ്ങൾ, തലയുടെ പിൻഭാഗത്തുള്ള വേദനകൾ, നെറ്റിയിലുള്ള രോഗങ്ങൾ, കണ്ണുകളിലുള്ള രോഗബന്ധനങ്ങൾ, ചെവിക്കകത്തുള്ള രോഗബന്ധനങ്ങൾ, വായ്ക്കകത്തുള്ള രോഗങ്ങൾ, വിവിധ രോഗങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ രോഗങ്ങളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ശ്രമത്തില് കർത്താവിനെ കുറിച്ച് ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്ന ശ്രമത്തിൽ വീണ്ടും കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവേ പറയട്ടെ, യേശുവേ യേശുവേ യേശുവേ. ഈ കൂട്ടായ്മയുള്ള എല്ലാ രോഗശക്തികളോടും കൽപ്പിക്കുന്നു. വായ്ക്കകത്തുള്ള രോഗങ്ങളോട് കൽപ്പിക്കുന്നു. തൊണ്ടയ്ക്കകത്തുള്ള രോഗങ്ങളോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. 2 കൈകളിലുമുള്ള രോഗബാധകളോട് കൽപ്പിക്കുന്നു. നട്ടല് സംബന്ധമായ രോഗങ്ങൾ, വേദനകൾ, ഡിസ്കിന്റെ വേദനകളോട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹാർട്ട് സംബന്ധമായ രോഗത്തോട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ബ്രസ്റ്റ് സംബന്ധമായ ക്യാൻസർ രോഗങ്ങൾ, മറ്റു രോഗങ്ങൾ, വൈറസ് സംബന്ധമായ ആമാശയത്തിലുള്ള രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, വൻകുടലില് ചെറുകുടലിലുള്ള രോഗബാധകള്, ട്യൂമറുകളോട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ രോഗങ്ങളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു. ബന്ധിച്ച് യേശുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചേ. വീണ്ടും കൽപ്പിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ വീണ്ടും കൽപ്പിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങളോടും കൽപ്പിക്കുന്ന ശ്രമത്തിൽ ആസ്മ രോഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മക്കളുടെ രോഗങ്ങളുടെ മേൽ കൽപ്പിക്കുന്ന ശ്രമത്തിൽ ശ്വാസം മുട്ടൽ രോഗങ്ങള്, കരൾ സംബന്ധമായ രോഗങ്ങള്, ലിവർ സിറോസിസ് രോഗങ്ങളോട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. തലയ്ക്കകത്തുള്ള ട്യൂമർ രോഗങ്ങള്, ഫിറ്റ്സ് രോഗങ്ങള്, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങള്, ഇവയോട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കിഡ്നി രോഗങ്ങളോട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള ആർക്കെങ്കിലും
കിഡ്നി രോഗങ്ങള്, ബ്ലാഡർ സംബന്ധമായ രോഗങ്ങള്, എല്ലാത്തരം ലൈംഗിക രോഗങ്ങളോട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ യേശു മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ ആ രോഗങ്ങളെ ഇപ്പോൾ കൂട്ടത്തോടെ ബന്ധിക്കുന്നു. ബന്ധിച്ചേശുവിന്റെ കുരിശിലേക്ക് ബഹിഷ്കരിക്കുന്നു. ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. അടിയട്ടെ, അടിയട്ടെ. വീണ്ടും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വീണ്ടും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഉള്ള ആരിലൊക്കെ ബ്ലഡ് ക്യാൻസർ രോഗങ്ങള്, ബോൺ ക്യാൻസർ രോഗങ്ങള്, പലതരം ക്യാൻസറസ് ആയ ട്യൂമറുകളോട് കൽപ്പിക്കുന്നു. മുഴകള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളിൽ ഉള്ള രോഗങ്ങളോട് കൽപ്പിക്കുന്നു. ഗർഭാശയ സംബന്ധമായ എല്ലാ രോഗാണുക്കളോടും രോഗപൈശാചിക ശക്തികളോട് കൽപ്പിക്കണം. തളർവാദം പിടിപെട്ട് കിടക്കുന്ന എല്ലാ രോഗികളിലുമുള്ള തളർവാദ രോഗത്തോട് കൽപ്പിക്കുന്ന കാൽമുട്ടിന്റെ വേദന രോഗങ്ങള്, കാലിന്റെ ഞരമ്പുകളിലെ രോഗങ്ങള്, വാദസംബന്ധമായ രോഗങ്ങള്, അവയോട് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നെഞ്ചുവേദന, അസ്ഥികളുടെ വേദന, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പൈൽസ് രോഗങ്ങൾ, ഹെർണിയ രോഗങ്ങൾ, കാൽപാദങ്ങളുള്ള രോഗങ്ങൾ, വെരിക്കോസ് വെയിൻ രോഗങ്ങളോട്, കാലിന്റെ കരിയാത്ത മുറിവുകളോട് കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. കാല് മടക്കാൻ പറ്റാത്ത മക്കള്, മന്ദരോഗങ്ങള്, നീര് രോഗങ്ങള്, അമിതവണ്ണം രോഗങ്ങള്, കൊളസ്ട്രോൾ രോഗങ്ങള്, ഡയബറ്റിക്സ് രോഗങ്ങള്, പ്രഷർ രോഗങ്ങള്, ഇവിടെ മുഴുവൻ ആജ്ഞാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു. Luka 9:1 അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് വിവിധ രോഗങ്ങളെ കൂട്ടത്തോടെ യേശുനാമത്തില് ബന്ധിക്കുന്നു. ബന്ധിച്ച് യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളി കരമുയർത്തി യേശുവേ വീണ്ടും യേശുമിശിഹായുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുടെ മേലുള്ള എല്ലാ മക്കളുടെ മേലുള്ള രോഗബാധകളോട് ആജ്ഞാപിക്കുന്ന ശ്രമത്തിൽ മാനസിക രോഗികളായിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടായ്മയിലോ ഒരു കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ആ മകന്റെ മേൽ ആ മകളുടെ മേലുള്ള രോഗങ്ങളോട് ആജ്ഞാപിക്കുന്നു. പാരമ്പര്യ രോഗങ്ങൾ, അംഗവൈകല്യ രോഗങ്ങൾ, പാർക്കിൻസൺസ് രോഗങ്ങൾ, വിറയൽ രോഗങ്ങൾ, അൾസമേഴ്സ് രോഗങ്ങൾ, വാർദ്ധക്യ സഹജമായ രോഗബാധകൾ, മനപ്രയാസ രോഗങ്ങൾ, ഈ രോഗങ്ങളോട് മുഴുവൻ കൽപ്പിക്കുന്നു. സോറിയാസിസ് രോഗങ്ങളോട് കൽപ്പിക്കുന്നു. അലർജി രോഗങ്ങളോട് കൽപ്പിക്കുന്നു. ശാരീരികമായ എല്ലാ വേദനകളോടും കൽപ്പിക്കുന്നു. തലമുടി കൊഴിയുന്ന രോഗങ്ങളോട് കൽപ്പിക്കുന്നു. എക്സിമ രോഗങ്ങളോട് കൽപ്പിക്കുന്നു. മന്ദബുദ്ധി രോഗങ്ങളോട് കൽപ്പിക്കുന്ന നാമത്തില് ഡിപ്രഷൻ രോഗങ്ങള്, മാനസിക അസ്വസ്ഥതകൾ, ഭ്രാന്തി രോഗങ്ങള്, വയലന്റ് രോഗങ്ങളോട് കൽപ്പിക്കുന്ന വിവിധ രോഗങ്ങൾ മുഴുവൻ കൽപ്പിക്കുന്ന നസ്രായനായ യേശുമിശിഹായുടെ നാമത്തിൽ ഇപ്പോഴവേ കൂട്ടത്തോടെ യേശുനാമത്തില് യേശുവേ
സ്തുതിച്ചോണം. എല്ലാവരും സ്തുതിക്കാൻ കർത്താവ് ആവശ്യം. സ്തുതിക്കാൻ കർത്താവിനെ ആരാധിക്കുന്നു. മഹത്വം വിശ്വസിക്കുന്നു. മഹത്വം വിശ്വസിക്കുന്നു. മഹത്വം മുഴുവൻ വിശ്വസിക്കുന്നു. കരുണയായിരിക്കും. കരുണയായിരിക്കണം. കരുണ കാണിക്കണം. എന്നോട് ഇവരോട് എല്ലാം കരുണ കാണിക്കണം. എല്ലാവരും കരുണ. കരുണ കാണിക്കണേ. മക്കളെ ദാഹിച്ച് പ്രാർത്ഥിക്കണം. കരഞ്ഞു പ്രാർത്ഥിക്കണം. പോരാ, ഇത് പോരാ. കരഞ്ഞു പ്രാർത്ഥിക്കണം. നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഈ കൂട്ടായ്മയിലുള്ള പഠിക്കുന്ന കുഞ്ഞുമക്കളിലുള്ള എല്ലാത്തരം പൈശാചിക രോഗങ്ങളോട് കൽപ്പിക്കണം. മാനസിക രോഗങ്ങളോട് കൽപ്പിക്കുന്നു. അനുസരണമില്ലായ കോപം, മ്ലേച്ഛ പാപങ്ങളുടെ അടിമത്തം, ബ്ലൂ ഫിലിമിന്റെ അടിമത്ത് കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടായ്മയിലുള്ള കുഞ്ഞുങ്ങളോ യുവാക്കളോ യുവതികളോ മുതിർന്നവരോ കഴിയുന്നുണ്ടെങ്കിൽ, വ്യഭിചാരമെന്ന മ്ലേച്ഛ പാപത്തിന്റെ ബന്ധനത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ഭവനങ്ങള്, സ്ഥലങ്ങൾ കിടപ്പുണ്ടെങ്കിൽ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ഗർഭഛിദ്രങ്ങൾ നടന്നിട്ടുള്ള ഭവനങ്ങളുണ്ടെങ്കിൽ, ആ വീടിന്റെ മേലും ആ കുടുംബാംഗങ്ങളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും യുവാക്കൾ യുവതികളുടെ മേലും പ്രവർത്തിക്കുന്ന അന്ധകാര അരൂപികളോട് ആജ്ഞാപിക്കുന്ന കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ ഇപ്പോൾ അവയെ ബന്ധിച്ച് കർത്താവിനെ കുറിച്ച് പരിഷ്കരിക്കുന്നു. ചോര ഞങ്ങളെ മോചിപ്പിക്കണം. കെട്ടാടിക്കട്ടെ, ആടിയട്ടെ. വിഷയം വ്യാപരിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. കൈകൾ അടിച്ചു പാടുന്നു. പോരാ, നന്നായിട്ട് കൈകൾ ഉയർത്തി അടിച്ചോ. അഭിഷേകം തിരുകരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ പഠിക്കേ, തിരുകരത്താൽ താങ്ങിയേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പോരാ, പെയ്യട്ടെ. കൈകൾ ഉയർത്തി കൈകൾ അടിച്ചു പാടണം. കരമുയർത്തി യേശുവെന്ന് വിളിക്കട്ടെ. ഉച്ചത്തില് ഉണർന്ന് വിളിക്കട്ടെ. പുസ്തകത്തിന് മണിക്കൂർ ഈശ്വരയിൽ മാന്യങ്ങളെ പ്രാർത്ഥിക്കട്ടെ. ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ബന്ധന അഴിക്കുന്ന ആടിയട്ട് കരഘോഷത്തോടെ സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കൈകൾ അടിച്ചു സ്തുതിക്കട്ടെ. ഉച്ചത്തില് പോരാ. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കൈകൾ എടുക്കട്ടെ. കൈകൾ ഉയർത്തി കൈയടിക്കണം. എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. സാത്താന ശക്തികളിൽ നിന്ന് പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കണം. കൈകൾ അടിച്ചു കെട്ടാൻ മാത്രം പൊട്ടിക്ക്. കരഘോഷത്തോടെ സ്തുതിക്കട്ടെ. കെട്ടഴിച്ചു പ്രാർത്ഥിക്കുന്നു. കെട്ടഴിയട്ടെ. അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പോരാ. ശക്തിയോടെ കരമുയർത്തി ഒറ്റ വിളിക്കുന്നു. കണ്ണുകളടച്ച് ഹൃദയത്തോട് ചേർത്ത് സ്തുതിച്ചോണം. ഹല്ലേലൂയ. ആത്മാവ് റോസാ പൂവേ, സ്വർഗീയ റോസാ പൂവേ, ലെബനോനിൽ വിരിയും ലില്ലിപ്പൂവേ, ഗാഗുൽത്തായുടെ നൊമ്പരമേ, ഗാഗുൽത്തായുടെ നൊമ്പരമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ
കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ 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 മരിയ. സ്തുതിക്കാം പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ആരാധിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ഈ ദിവസത്തെ ശുശ്രൂഷയുടെ മുഴുവൻ സമയത്തും വലിയ കൃപാവരങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ മേലും, നമ്മുടെ കുടുംബങ്ങളുടെ മേലും, നമ്മുടെ ദേശത്തിൻ്റെ മേലും, നമ്മുടെ ഓരോ വ്യക്തിയുടെ മേലും സംഭവിക്കാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കാം. വേദനിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ഇന്ന് കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്ന കുടുംബങ്ങൾ, വേദനിച്ചിരിക്കുന്ന മക്കൾ, ജീവിത പങ്കാളിയോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നവർ, മക്കളെയോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നവർ, മാതാപിതാക്കളെയോർത്ത് വേദനിച്ചിരിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തതിൻ്റെ വലിയ സഹനത്തിൽ കഴിയുന്ന മക്കൾ, ആരോടും പങ്കുവയ്ക്കാനാവാത്ത സഹനങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ അവയെ പ്രതിഷ്ഠിക്കാം. നമ്മുടെ ദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബങ്ങൾ ദൈവ ചൈതന്യം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനം നിറഞ്ഞ കുടുംബങ്ങളാകാം, കൃപ നിറഞ്ഞ കുടുംബങ്ങളാകാം, വിശുദ്ധമായ കുടുംബങ്ങളാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുടുംബങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ശബ്ദം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമ്പൂർണമായിട്ട് കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിലെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രതിഷ്ഠിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ അമ്മയെ, എൻ്റെ ആശ്രയമേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും സഹോദരങ്ങളെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ വേദനകളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ തകർച്ചകളെയും പരിശുദ്ധ അമ്മയെ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാനിതാ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം, വലിയ ഇടപെടൽ എൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ഐക്യവും വിശ്വാസവും വിശുദ്ധിയും ദൈവഭയവും സഹോദര സ്നേഹവും നിറയുന്നതിനു വേണ്ടി അമ്മേ മാതാവേ, എൻ്റെ കുടുംബത്തിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. കുടുംബജീവിതങ്ങളെ തകർക്കുന്ന എല്ലാവിധ പാപബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണമായിട്ടും വിടുതൽ തരണമേ. അമ്മേ മാതാവേ, എൻ്റെ കുടുംബത്തിലെ എല്ലാ ദുഃഖങ്ങളും അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ ഈ വലിയ പ്രശ്നം സമർപ്പിക്കുക. കുടുംബത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണോ അതിപ്പോൾ സമർപ്പിക്കുക. പ്രാർത്ഥിക്കണേ അമ്മേ മാതാവേ, പ്രാർത്ഥിക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കട്ടെ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാം. ഹൃദയമിടിപ്പുകൾ
എണ്ണിയാൽ മതിയമ്മേ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാം. ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ. മാതാവെ ഏറ്റെടുക്കണം. തകർന്ന കുടുംബങ്ങൾ ഏറ്റെടുക്കണം. ഒരുപാട് പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന കുടുംബങ്ങൾ ഏറ്റെടുക്കണം. കടബാധ്യതയും സാമ്പത്തികമായ നിരവധി പ്രശ്നങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾ ഏറ്റെടുക്കണം. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികളുടെ അടിമത്തത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ ഏറ്റെടുക്കണം. മ്ലേച്ഛ പാപങ്ങൾ നടക്കുന്ന കുടുംബങ്ങൾ ഏറ്റെടുക്കണം. രോഗങ്ങളുള്ള കുടുംബങ്ങൾ ഏറ്റെടുക്കണം. കുഞ്ഞുങ്ങളെ കൈവിട്ടുപോയതിൻ്റെ തീരാത്ത ദുഃഖത്തിലിരിക്കുന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണം. കരയുന്നതാരുമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ട് മറയ്ക്കവേ. കരയുന്നതാരുമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ട് മറയ്ക്കവേ. കുരിശിന്റെ പൂഞ്ചിറകേറി വന്നമ്മ സ്നേഹത്തുവാലയും മേകി. വേച്ചു വീഴാതെ കാത്തിടുന്ന കൃപയുടെ വേലിക്കെട്ടാണു സ്ലിവായെന്ന് നെറുകയിൽ പൊന്നുമ്മ തന്നുകൊണ്ടമ്മ സ്വർഗീയ ജ്ഞാനമേകി. ഈശോയെ, നിന്റെ മാതാവിനെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു. മരണനേരത്ത് കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ. ഈശോയെ, നിന്റെ മാതാവിനെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു. മരണനേരത്ത് കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഹല്ലേലൂയ സ്തുതിക്കട്ടെ. ഉച്ചസ്തുതിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കണം അഭിഷേകത്തോടെ. ആവേ മരിയ, 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 ആവേ മരിയ. ആരാധന, ആരാധന, കരുണയുള്ള ദൈവമേ ആരാധന, 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 കരുണയുള്ള ദൈവമേ ആരാധന. ആരാധന, ആരാധന, ക്രൂശിതനാം ഈശോയെ ആരാധന, ആരാധന, ആരാധന,
നന്ദി. ഹല്ലേലൂയ. അഭിഷേകത്തോടെ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്രിയേക ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഉച്ചത്തിൽ ആരാധന. ഓ എന്റെ ദൈവമേ ആരാധന. കഴിയട്ടെ. ആരാധന ആരാധന. ഓ എന്റെ ദൈവമേ ആരാധന. 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 അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ ആരാധന. അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ ആരാധന. അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ ആരാധന. സ്തുതിക്കാം ഒരിക്കൽ കൂടെ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആടിയിട്ടെല്ലാ തടസ്സങ്ങളും മാറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. വിശുദ്ധി 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 വിശുദ്ധി. ആമേൻ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയെ പോരാ. ഉച്ചത്തില് 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 യേശുവേ നന്ദി. ആമേൻ. രണ്ട് കരം ഉയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. ദൈവമക്കളെ, ദൈവവചനം അത് നാട്ടുകാരോ പത്രക്കാരോ മാസ് മീഡിയകളോ അല്ലെങ്കിൽ അധ്യാപകരോ പ്രൊഫസർമാരോ പറയുന്ന വാക്കാണ്. അല്ലാതെ ഡോക്ടർമാരോ എഞ്ചിനീയേഴ്സോ പറയുന്നതല്ല ദൈവവചനം. ഡോക്ടർമാർ പറയുന്നതൊക്കെ നാളെ മാറും. ഇന്ന് കുറിക്കുന്ന മരുന്നല്ല നാളെ കുറിച്ച്. ഇന്ന് എഴുതുന്ന കാര്യമല്ല നാളെ എഴുതും. എല്ലാം മാറിക്കൊണ്ടു. ലോകത്തുള്ള എല്ലാം മാറിക്കൊണ്ടു. പക്ഷേ ദൈവവചനം മാറില്ല. അപ്പൊ നിങ്ങൾ വിശ്വസിക്കേണ്ട വചനത്തെ. വചനം പറഞ്ഞു കേട്ടു. 1 കൊരിന്ത്യർ 6:10. അസന്മാർഗികളും വിഗ്രഹ ആരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപന്മാർ ദൈവരാജ്യം അവകാശം. അവൻ നാട്ടിൽ ഓരോ കവലരിക്കുന്നവൻ കച്ചവടക്കാരൻ അവൻ പറഞ്ഞു. അവൻ പലതും പറയും. അവന് പണമുണ്ടായ അവന് നാട്ടിൽ വന്ന് അതിന് മുന്നിൽ വെച്ചാൽ വേറെന്താ അവന് സ്ഥലം മുഴുവൻ. നിന്റെ മക്കൾ നന്നാകണമെന്ന് ഒരിക്കലും നിന്റെ മക്കൾ നശിച്ചാലല്ലേ അവന് കൊട്ടാരം പണിയാൻ പറ്റും. നിന്റെ കുടുംബം രണ്ടായിട്ട് പോയാൽ അവന് നഷ്ടം. അതുകൊണ്ട് അത്തരം ആളുകൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്നു. സുവിശേഷം ഈശോ പറയുന്നു. ഈശോ വചനം പരിശുദ്ധനാമം ഇതുകൊണ്ട് വായിക്കുക. സാൻമാർഗ വിശുദ്ധി വിഗ്രഹ ആരാധന
ഐഡൽ വർഷിപ്സ്, അടുത്തത് വ്യഭിചാരികൾ, ഫോർണിക്കേഷൻ, അഡൾട്ടറസ്, അതായത് സ്വർഗഭോഗം, ഹോമോസെക്സ്വൽസ്, ലെസ്ബിയൻ ലൈഫ്, കള്ളന്മാർ, തീസ്, അത്യാഗ്രഹികൾ, ക്രൈസി അത്യാഗ്രഹികളായി, മദ്യപന്മാർ, ഡ്രങ്കാർഡ്സ്, അതായത് മദ്യപന്മാർ, പരദൂഷകർ, ഇൽഫീൽഡ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ആളുകളെ നശിപ്പിക്കുന്നു, ആങ്കറായിട്ട് തിന്മ നിറഞ്ഞ വാക്ക് സംസാരിക്കുന്നു, ഹല്ലേലൂയ, കവർച്ചക്കാർ, അവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഭാര്യ പറഞ്ഞ് കേൾക്കണം, നീ ആരുടെ വഴിയാ പോകുന്നു? നാട്ടുകാർ പറഞ്ഞല്ല കേൾക്കുന്നു, അല്ല തമ്പുരാൻ പറയുന്നത് കേൾക്കുന്ന എത്ര മക്കളുണ്ട്? വീണ്ടും വചനം ഗലാത്യ ലേഖനം പറഞ്ഞേ ഹല്ലേലൂയ, രണ്ട് കരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, അതുപോലെ തന്നെ ശത്രുത, enmity, കലഹം, ഒരുപാട് പ്രശ്നങ്ങൾ, ശരിക്കും disputes, അസൂയ, ജലസ്യം, കോപം, ആങ്കറിനടുത്ത് മത്സരം, കോമ്പറ്റീറ്റീവ്, എല്ലായിടത്തും കോമ്പറ്റീഷൻ, സ്കൂളുകളിലും കാണാം, എല്ലാ പാഠവട്ടം കുഞ്ഞുങ്ങളെന്ന് കോമ്പറ്റീഷൻ, ഭയങ്കര പ്രശ്നമായിട്ട്. കുട്ടികൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് മാർക്ക് കിട്ടുന്നവരോട്, പ്രഭുച്ചോട്, ആൺകുട്ടിയോട്, വാക്കുകളോട് ഭയങ്കര വെറുപ്പാ. കേറുന്നുണ്ട് കുട്ടികളെ ധ്യാനം കഴിയും കാണാം. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ഈ ചെറുപ്പത്തില് 8-10 വയസ്സ് പ്രായത്തിന് ഉള്ളുമുള്ളിന് കോമ്പറ്റീറ്റീവ്, 1-ാം സ്ഥാനം, ഈ ഭൂമിയിൽ 1-ാം സ്ഥാനം കിട്ടിയിട്ട് ഇന്ന് കുഞ്ഞുങ്ങൾ ഒത്തിരി വിദ്യാഭ്യാസം നേടിയിരുന്നു. പക്ഷേ ജീവിതം കേൾക്കുമ്പോൾ തകർന്നു പോകും. കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പേടിയുള്ള ഇംഗ്ലണ്ടിലൊടുത്ത് കമ്മീഷൻ എവിടെയെന്ന് പറയും, ഒരു മനുഷ്യന്റെ അടുത്ത് പറയാം, അച്ഛാ ഞങ്ങള് ഒരു 10-15 ഫാമിലീസ് നെതർലാൻഡ് അവിടെ ഞങ്ങള് പിക്നിക്കിന് പഠിച്ചു. ഒരു ദിവസമായപ്പോൾ ഈ അപ്പന്മാരെല്ലാം കൂടെ എല്ലാ വിദ്യാഭ്യാസമുള്ളവരാ, നല്ല എഞ്ചിനീയേഴ്സും നേഴ്സസും ഡോക്ടേഴ്സും എല്ലാം ഉണ്ട്, നല്ല മിടുക്കന്മാരാ, ഭയങ്കര ഫസ്റ്റ് ക്ലാസ് കിട്ടിയമാരാ. പോയ വഴിയോടെ അറിയോ, ആംസ്റ്റർഡാമില് വ്യഭിചാരശാലകളില് ഇപ്പമാര് മുഴുവൻ പോയി. ആ പോയതോട് നശിച്ചു. ആ പോയാൽ ഒരുത്തിന് HIV പിടിവിട്ടു. അവൻ എന്റെ അടുത്ത് വന്നു, ധ്യാനത്തിന് എന്റെ അടുത്ത് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, നീയോ? എനിക്ക് ഇവനെ അറിയാം, ഇവൻ നാട്ടിലുള്ളവരും എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ പയ്യനാണിവൻ. അവൻ M.Tech എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അവൻ വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു BSc നഴ്സിംഗ് പഠിച്ച ഒരാളെ കല്യാണം കഴിച്ച് അവനോട് കഴിഞ്ഞവനാ. അവന്റെ ഭാര്യ കുഞ്ഞിനെയും കൂടെ ഹോട്ടൽ മുറി ഇട്ടിട്ട് ഇവൻ പോയി ഇവന്റെ കൂട്ടുകാരും കൂടെ വിദ്യാഭ്യാസ കോമ്പറ്റീഷൻ കൊടുക്കണേ, ഫസ്റ്റ് ക്ലാസ് കിട്ടട്ടെ. അവനൊക്കെ എങ്ങനെ എല്ലായിടത്തും പോയിട്ട് ആത്മാവ് പോയില്ലേ, ബുദ്ധിയെ വളർന്നുള്ളൂ, ആത്മാവ് മൊരടിച്ചു. ന്യായീകരിച്ചു ഒരു ന്യായീകരണത്തിൽ നമ്മൾ നേടുന്ന ഒന്ന് നമുക്ക് കഴിഞ്ഞ അതിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റില്ല. 4 നില 5 അവരിങ്ങനെ മൊബൈലിങ്ങനെ അപ്പൊ എന്റെ മനസ്സ് അപ്പൊ തമ്പുരാനെ നീ നിർമ്മിച്ചു, ദൈവം നിർമ്മിച്ചു, മനുഷ്യൻ നിർമ്മിക്കുന്നു. അപ്പൊ ഇതൊക്കെ പോകുന്നു. ഒരു 2013 ഫിലിപ്പീൻസിൽ ഭയങ്കര അതിന്റെ വീഡിയോസ് ഫോട്ടോസ് ഇഷ്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ഹൈവേകള്, 4 ലൈൻ ഹൈവേകളൊക്കെ വട്ടം പിളർന്നു കിടക്കും, മുഴുവൻ തീർന്നു. പള്ളികൾ വലിയൊരു കത്തീഡ്രൽ പള്ളി മുഴുവൻ പോയിട്ട് അതിന് കുരിശും എല്ലാം ഒട്ടിഞ്ഞ് മറിഞ്ഞ് കിടക്കുക. മനുഷ്യൻ നിർമ്മിക്കുന്നു. ഇപ്പൊ നമ്മള് എല്ലാവരെയും പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് ഈ ലോകത്തില് നമുക്ക് വലിയ ആളാകുക,
മക്കളെ തമ്പുരാനുമെന്ന് സീറോയ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അൽഫോൻസാമയുടെ കബറും അല്ലെ ചാവറപ്പിതാവിന്റെ കബറും യേശു ചെല്ലുമ്പോൾ യേശു കൊത്തിരസ്യപ്പെടുന്ന കബറിടം, സെന്റ് ആന്റണിയുടെ കബറിടം, അസിസിപ്പുണ്യങ്ങളുടെ കബറിടങ്ങൾ, അവിടെയൊക്കെ ദൈവജനം ഒരുമിച്ച് അവിടെ പോകുന്നു. എന്താക്കുന്നത് വിഷയപ്പെടാത്ത നമ്മുടെയൊക്കെ കുടുംബങ്ങളെ, എന്റെ നിങ്ങളുടെയും കുടുംബങ്ങളെ പ്രമാണികള്, വലിയ അപ്പന്മാര്, കൊട്ടാരങ്ങളും ബിസിനസ് നടത്തിയ ആ അപ്പന്റെ കല്ലറയില് ഒരാളെങ്കിലും പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടോ? അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു അപ്പനുണ്ടോ? ശരിക്കും അപ്പൻ മരിച്ചിട്ട് അപ്പനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. അമ്മയെന്ന് ഇത്രയും പേരുള്ള അമ്മയില്, ഒരു കുടുംബത്തിൽ പറഞ്ഞ അമ്മയില് സീറോ ഇല്ല. പക്ഷെ ആ പാവപ്പെട്ട കന്യാസ്ത്രീ അൽഫോൻസാമ ലോകദൃഷ്ടിയിൽ ഒന്നും നേടാത്തവളല്ലേ? അവൾ എവിടെയാ കോമ്പറ്റീഷന് പോയത്? അവൾ എവിടെയാ പോയത്? അവൾ ആരെ നേടാൻ പോയി? എവിടെ പേര് കിട്ടി? അവക്ക് പേര് കിട്ടി തമ്പുരാന്റെ പേര്. ഭൂമിയിൽ പേരെടുക്കാൻ പോകുന്നവൻ സീറോ ആവും. ഭൂമിയിൽ പേര് വേണ്ടെന്ന് പറയുന്നവന് സ്വർഗത്തിൽ പേര് കിട്ടും. അതാണ് ബൈബിൾ എന്ന് ഓർത്തുള്ളൂ. അത് ഈശോ പറഞ്ഞു. അപ്പം പലരും ജീവിതം കണ്ടു കഴിഞ്ഞാൽ ചില സഭയ്ക്കകത്തുള്ളവർ പോലും ചെയ്ത് നിങ്ങൾ സങ്കടം തോന്നും. ഈശോ പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്, നിങ്ങൾ മുഴുവനും ഇത് സ്വർഗത്തിൽ കരുതി വെക്കണം. ചെതലോ മറ്റൊന്നും നശിപ്പിക്കുകയില്ലാത്ത ആ സ്ഥലത്ത് വേണം, അവിടെ ചെയ്യണം. അവിടെ പ്രിയപ്പെട്ട മക്കള്, അതുകൊണ്ട് ഈ നശിച്ചു പോകുന്നതിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് പാപകരമാണ്. അത് മാറ്റണം. അതുകൊണ്ട് ഈ കർത്താവ് വചനം തരുമ്പോൾ, പരിശുദ്ധമായി സംസാരിക്കുമ്പോൾ ഇതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, സർവ്വത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിദേശ രാജ്യം പോകുന്ന എനിക്കറിയാം ഇഷ്ടംപോലെ ഒരു തൊള്ളി പോലും മദ്യപിക്കാനോ അങ്ങനെ സംഭവം പോലും ഇല്ലാത്ത ഇഷ്ടം പോലെ വൈറ്റ് പീപ്പിൾ എനിക്കറിയാം. എല്ലാ വർഷവും 2-3 ധ്യാനം നടത്തും. അതിനൊന്നും യൂറോപ്യൻസിന് എല്ലാവരും പറയാ, അല്ല മക്കളെ ഞാൻ കണ്ടു, വഴിവിട്ടവൻ മാത്രമേ ഈ വഴിക്ക് പോവുള്ളൂ. നേരെ നെറുകയുള്ളവരുണ്ട്, ഈ കൂട്ടായ്മയിലുണ്ട്, ഈ ദേശത്തുണ്ട്. ജീവൻ കൊടുത്തും കർത്താവിന്റെ വചനത്തോട് വിശ്വസം. ചിലർ വചനം അവരുടേതായ രീതി വ്യാഖ്യാനം കൊടുക്കും. അവർക്ക് കാര്യം നടക്കണ്ട. മദ്യപിക്കുന്നവൻ ബൈബിളിലെ വചനം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാതെ നീ ബൈബിൾ പഠിക്കുകയല്ല. ബൈബിൾ പഠിച്ച് നിനക്ക് വേണമെങ്കിൽ നാശം പോലും ഉണ്ടാകാം. ബൈബിള് പരിശുദ്ധാത്മാവിനോട് പഠിക്കുമ്പോൾ മനസ്സിലാകും ബൈബിൾ എന്താ എഴുതി വെച്ചിരിക്കുന്നു. വചനത്തിന് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. ചിലപ്പോൾ പറഞ്ഞേ ഹല്ലേലൂയ. തലമുറ മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുക. മദ്യം, പുകവലി, മയക്കുമരുന്ന്, കഞ്ചാവ്, പാൻപരാഗ്, ഇവയിലൂടെ ഒരു തലമുറയിലെ യുവജനങ്ങളുടെ തലച്ചോറ് ദ്രവിച്ചഴുകിക്കൊണ്ടിരിക്കുക. എന്നിട്ടും അത് വേണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, ഞാൻ നിങ്ങളെ കുറിച്ച് എന്താ പറയട്ടെ? ഇതുപേക്ഷിക്കാൻ പറ്റിയല്ല. അതിനെ ന്യായീകരിക്കുന്ന പ്രബോധനങ്ങളുമായിട്ട് ഇറങ്ങുന്ന മക്കള് കേരളത്തിന്റെ ട്രിവാൻഡ്രം മുതല് അങ്ങ് മുഴുവൻ നോക്ക്. എത്ര കുടുംബങ്ങള് ഈ മദ്യപാനം മൂലം, പുകവലി മൂലം നശിച്ച് തീർന്നുപോയി. എന്നിട്ട് നിന്റെ ചോര കണ്ണുനീര്, നിന്റെ കണ്ണിനകത്ത് കാഴ്ചയില്ല നിനക്ക്. എന്നിട്ടും ഇതിനെ വേണമെന്ന് നിർബന്ധിക്കും. ക്രിസ്തുവാണ് ധർമ്മനാശം. ഇത് വചനം അവന്റെ മഹത്വം യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറുള്ള മക്കൾ യേശുവിന് സുവിശേഷത്തിന് സ്ഥാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ, വചനം കേട്ടിട്ട് ആത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ 2 കരം തീരുമാനമെടുത്ത മക്കൾക്ക് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധം അവർ ഇപ്പൊ തരാൻ ഓർക്ക് കൊടുക്കാൻ പോവാ. കർത്താവ് എനിക്ക് തന്ന അഭിഷേകങ്ങൾ പകരാൻ പോവാ. 2 കരം എടുത്ത് ഈശോയേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കട്ടെ, അഭിഷേകത്തോടെ വിളിക്കട്ടെ. ബന്ധനം അഴിഞ്ഞു പോകട്ടെ, കെട്ടിപ്പോട്ടെ കൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്തൊരു വചനം വളരെ പ്രധാനപ്പെട്ടത് സഭയെ കുറിച്ചും ഒത്തിരി വസ്തുക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട വചനത്തിലാണ് 1 കൊരിന്ത്യന്റെ 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വചനം സഭയെ കുറിച്ചുള്ള വചനം. ഇത് വായിക്കാൻ പോവാം. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനം വെക്കും, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യും. എപ്രകാരമാണ് താൻ പണിയുന്നത് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കുന്നത്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു.
അതിന് പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണ്ണമോ വെള്ളിയോ രത്നങ്ങളോ വൈക്കോലോ പുല്ലോ തടിയോ എന്നുകൊണ്ട് ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാണ്. കർത്താവിന് നിമിത്തം വിളംബരം ചെയ്യും. അഗ്നിയാൽ ഇത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നു അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവന് ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹ ഇവിടെ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്ന് പറയുന്നത് അത് ശരീരത്തെ കുറിച്ചാണ്, സഭയെ കുറിച്ചാണ്. കാരണം അതിനു മുമ്പ് തൊട്ടു മുമ്പ് വരെ പറയുന്നത് ഇതിനെ കുറിച്ചാണ്, സഭയെക്കുറിച്ച്. സഭയെക്കുറിച്ചാണ്. ദൈവത്തിനാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഇവിടെ പറയുന്നുണ്ട് സഭയെ പണിയുന്നു. പുല്ലുകൊണ്ടോ വൈക്കോല് കൊണ്ടോ തടി കൊണ്ടോ സ്വർണ്ണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒക്കെ ഓരോ വ്യക്തിയും സഭയെ ഇങ്ങനെ വളർത്തിയ സഭയെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കും. ശരിക്കും ദൈവം നശിപ്പിക്കുമെന്നൊരു വാക്ക് ബൈബിളിൽ പറയുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയെ നശിപ്പിക്കും. ഇവിടെ സഭ എന്ന് പറയുമ്പോൾ സഭയുടെ കേന്ദ്രം ഉദാശ ജീവിതം. നിങ്ങൾ ഓർത്തണം, സഭയിൽ ഒരുപാട് ഞാൻ ചാനകത്തിൽ സന്യാസ ആശ്രമങ്ങളൊക്കെ, പക്ഷെ എല്ലാത്തിനും കേന്ദ്രമേ ഉള്ളൂ. എല്ലാത്തിനും കേന്ദ്രം നമ്മളെ സംബന്ധിച്ച് രൂപതയാണ്. അഭിയൊന്ന് പിതാവ് മെത്രാനാണ് സഭയിലെ ഏറ്റവും കർത്താവ് അഭിഷേകിച്ചിരിക്കുന്നത്. ഞാൻ എന്തേരെ വളർന്നാലും എനിക്ക് ഒരാളെ വൈദികനാക്കി, എന്തേരെ അഭിഷേകം ഒരാളെ വൈദികനാക്കാൻ ആ മെത്രാനെ അനുസരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് സഭയുടെ പാരമ്പര്യമാണ്. അതിനോട് നമ്മൾ ചേർന്ന് ഒരു രൂപതയുടെ കീഴിൽ ഇടവകകളും ഓരോ ഇടവക ശരിക്കും അത് ഈ കർത്താവിന്റെ ആലയമാണ്. ഓരോ ഇടവകയും കർത്താവിന്റെ കർത്താവിനാണ്. ഇടവക പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പുരാന്റെ നിങ്ങൾക്ക് രണ്ട് തറവാടാണ്. ഒന്ന് നിങ്ങൾ ജനിച്ചു വീണ സ്ഥലം ഒരു തറവാടാണ്. നിങ്ങൾ മനുഷ്യജനം ഭൂമിയിലോട്ട് ജനിച്ചു വളർന്നു എന്ന് പറയുന്ന ആ വീട് ഞാൻ അപ്പനമ്മയും താമസിക്കുന്നു. അത് നിങ്ങൾ തറവാട്. അതിനേക്കാളും അപ്പുറത്ത് ഒരാൾ അത് ആ തറവാടൊക്കെ നാളെ നമുക്ക് ഉപേക്ഷിച്ചു പോകണം. രണ്ടാമത്തെ തറവാട് മാമോദീസായിലൂടെ പുതുജന്മം കിട്ടിയ ഒരു തറവാട്. ക്രിസ്തുവിന്റേതായിട്ട് ഞാൻ ജനിച്ച സഭയുടെ അവയവമായിട്ട് മാറിയ ഒരു വീടുണ്ട്, ഒരു മാമോദീസ തൊട്ടിയുണ്ട്. അത് ഇടവക പള്ളിയാണ്. അത് നിന്റെ തറവാടാണ്. ചില വീടുകളുണ്ടല്ലോ, എല്ലാ മക്കളും തന്നെ ഞായറാഴ്ച ദിവസമാണ് അപ്പനെ കാണാൻ അമ്മയെ കാണാൻ തറവാട്ടിൽ പോകുന്ന സ്വഭാവം പാരമ്പര്യത്തിൽ. തറവാടാണ്. ആ തറവാടിനോട് ബന്ധമുണ്ട്. ആ ബന്ധത്തില് അതൊരു വലിയ ബന്ധമാണ്. അപ്പനമ്മ എന്ന് പറഞ്ഞ പോലെ ഒരു ക്രൈസ്തവന്റെ തറവാടാണ് സ്വന്തം ഇടവക ദേവാലയം. അവന്റെ മാമോദീസ തൊട്ടി അവിടെയുണ്ട്. അവന് പരിശുദ്ധ കുർബാന നൽകുന്ന സ്ഥലമുണ്ട്. അവനെ നയിക്കുന്ന ആത്മീയമായിട്ട് അവന് ഈശോമിശിഹായുടെ ശരീരരക്തങ്ങൾ തരുന്ന വൈദികനുണ്ട്. അവിടെ എല്ലാ സംഭവമുണ്ട്. ഇടവകയിലാണ് നമുക്ക് എല്ലാ കൂദാശകളും കിട്ടുക. വേറെ അടുത്ത് കൂദാശ കിട്ടുന്നില്ല. ധ്യാന കേന്ദ്രങ്ങളിൽ എല്ലാ കൂദാശകളും കിട്ടുന്നില്ല. എല്ലാ കൂദാശയും കിട്ടുന്നത് ഇടവക പള്ളിയിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അത് നിങ്ങളുടെ വീടാണ്, കുടുംബമാണ്. അവിടെ ഒരു ബലിപീഠമുണ്ട്. അതാണ് ശരിക്കും നമ്മുടെ ബലിപീഠം. എല്ലാവർക്കും നൂറുകണക്കിന് ബലിപീഠമില്ല, ഒരൊറ്റ ബലിപീഠമുള്ളൂ. അത് എന്റെ ഇടവക കുടുംബത്തിന്റെ ഇടവക ദേവാലയത്തിലിരിക്കുന്ന ബലിപീഠമാണ്. ആ ബലിപീഠമാണ് എന്റെ ദേവാലയം. എനിക്കുമുണ്ട് ഇടവക കുടുംബമുണ്ട്. അതുകൊണ്ടാണ് എന്റെ സ്വന്തം നാട്ടിൽ ജനിച്ചു വീണ ആ ഇടവപ്പള്ളി. അവിടെയാണ് ഒരു കാലത്ത് ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആ ബലിപീഠത്തിന്റെ ആണ് എന്റെ ശവപ്പെട്ടി. ആ ബലിപീഠത്തെ കൊണ്ട് മുട്ടിക്കുന്ന ആ ദേവാലയത്തിന്റെ 4 വാതിലുകൾ കൊണ്ടുപോയിട്ട് ആ ശവപ്പെട്ടി കൊണ്ടുപോയിട്ട് മുട്ടിച്ചിട്ട് ആ ഇടവപ്പള്ളിയുടെ മുറ്റത്തുള്ള സെമിത്തേരിയിലാണ് ഞാൻ അന്ത്യവിശ്രമം കൊള്ളേണ്ട വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഒരുവന്റെ ജീവിതത്തിന്റെ അഭേദ്യമായ സ്ഥലമാണ് ഇടവക ദേവാലയം. ആ ഇടവക ദേവാലയത്തിൽ നിന്ന് മറന്ന് നാടുനീളെ ഓടുന്നത് ഒരു ആത്മീയതയല്ലത്. സ്വന്തം വീട്ടിൽ ഭക്ഷണമുണ്ട്. സ്വന്തം വീട്ടിലെ ഭക്ഷണത്തിന് രുചി കുറവാണെങ്കിലും
ടേസ്റ്റ് കുറവാണെങ്കിലും ആ കുടുംബത്തിലെ ഭക്ഷണം, എന്റെ അപ്പനും അമ്മയും ഉണ്ടാക്കുന്ന ഭക്ഷണം ചിലർക്കത് ഇഷ്ടമല്ല. ചിലർക്ക് ഇഷ്ടം ചായക്കടയാണ്. അതാണ് ചിലർ ജീവിതപഥമാണ്. അവർക്ക് സ്വന്തം വീട്ടിലെ ഭക്ഷണത്തെക്കാളും താല്പര്യം ചായക്കടക്കാർക്കും ചിലപ്പം താല്പര്യം ആളുകള് വീട്ടിൽ ഭക്ഷണം കഴിക്കരുത്, ഭക്ഷണം കഴിക്കാൻ എന്റെ കടയിൽ എന്റെ ഹോട്ടലിൽ വരണം. അതാണ് കാലഘട്ടത്തിന്റെ സ്വഭാവത. അത് വരുന്നില്ല. കുടുംബം തകരാൻ പോവാ. കുടുംബത്തിലെ ഭക്ഷണം കഴിക്കല് ഇല്ലാതാകുമ്പോൾ അപ്പനും മക്കളും ഒരുമിച്ച് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ സാവധാനം ആ കുടുംബം തകരും. ഇടവക മക്കള് ഇടവക പള്ളിയില് വികാരിച്ചതിലൂടെ സഭയിലൂടെ തരുന്ന ആ പരിശുദ്ധ കുർബാന, ഈശോ ചരിത്രങ്ങള്, അത് ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ദിവസം നിർബന്ധമായിട്ട് ഭക്ഷിക്കണം. അത് ഭക്ഷിച്ച് അവിടെ കഴിയുന്നില്ലെങ്കിൽ അവന്റെ ആ ഇടവക തകരും. ഇടവക മാത്രമല്ല, കുടുംബങ്ങളും തകരും. നമുക്ക് വളരേണ്ടത് ഹോട്ടലുകളല്ല, നമുക്ക് വളരേണ്ടത് കുടുംബങ്ങളാണ്. നമുക്ക് വളരേണ്ടത് ചായക്കടകളല്ല, നമുക്ക് വളരേണ്ടത് ഇടവക കുടുംബം. ഇടവകയ്ക്കുള്ളില് ഇടവക ദേവാലയത്തിൽ കർത്താവ് ഒരുക്കിക്കുന്ന ഒരു ബലിപീഠമുണ്ട്. ആ ബലിപീഠത്തോടുള്ള അഭേദ്യമായ ബന്ധം, അഭേദ്യമായ സ്നേഹം, ആ ദൈവജനത്തിന്റെ ഉത്തരവാദിത്വം. ഇത് വന്ന് ബൈബിൾ പഴയ നിമിത്തി പറയുന്ന പോലെ അവര് മലകളും താഴ്വാരങ്ങളും നടന്ന് സ്വന്തം ആലയം നിന്ന് മറന്നുപോയി, സ്വന്തം വീട് മറന്നുപോയി. പല ദൈവജനത്തിനും സ്വന്തം ഇടവക മറന്നുപോയി, ആ ഇടവക ബന്ധം വിട്ടുപോയി, അവിടെയുള്ള കുടുംബ കൂട്ടായ്മകൾ വിട്ടുപോയി, അവിടെയുള്ള നോയമ്പാചരണങ്ങൾ വിട്ടുപോയി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം വിഭൂതി തിരുനാളാണ്. അവിടെ പോയിട്ട് സഭയുടെ നിയമത്തിൽ സംഭവമാണ്. അതെല്ലാം മറന്നുപോയി. പശുകാവ്യാടങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം അത് മറന്നുപോയി. അതുപോലെ തന്നെ ദുഃഖവെള്ളി മറന്നുപോയി. എല്ലാം വിട്ടു. ആ തറവാടുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, സ്വന്തം കുടുംബമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എത്ര നല്ല ഭക്ഷണമാണ് ഹോട്ടലുകളിൽ കിട്ടുന്നതെങ്കിലും നമ്മൾ ഭക്ഷിക്കേണ്ടത് സ്വന്തം വീട്ടിലെ ഭക്ഷണമാണ്. ആ ഭക്ഷണത്തോട് ഇടവകയോടുള്ള നമ്മുടെ ബന്ധം, ബലിപീഠത്തോടുള്ള ബന്ധം, അത് നഷ്ടപ്പെടുമ്പോൾ സഭ തകരുകയാണ്. സഭനെ തകർക്കാൻ എന്റെ ഇവിടെ ചേർന്നിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം ഒരു കാരണവശാലും പൊതുപരിപാടി, അതുപോലെ വലിയ ആഴ്ചകളിൽ ഞാൻ ഒരു പരിപാടി ആകെ ധ്യാനങ്ങൾ വരുമ്പോൾ യുവതയെന്ന് പ്രത്യേക പെർമിഷൻ മേടിച്ചുകൊണ്ട് ധ്യാനം ശനിയാഴ്ച വീട്ടിൽ തുടങ്ങി, വ്യാഴാഴ്ച രാവിലെ ധ്യാനം. അത് 503 അവരുടെ കർമ്മശനൊന്നും ഒരു കാരണവശാലും സുഖം ആളുകൾ അച്ഛൻ ഞങ്ങൾക്ക് വരാൻ സൗകര്യം, അച്ഛൻ ഞായറാഴ്ച അച്ഛൻ സോറി വേണ്ട, നിങ്ങൾ ഇടവകയോട് ഞാനൊരു ഇടവക രീതിയാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഒരു ഇടവകയിരിക്കുമ്പോൾ ദൈവജനത്തില് ഒരു കുടുംബം ഇടവകയിലെത്തിയില്ലെങ്കിൽ വേദന ഞാൻ സഹിച്ചിട്ടുള്ള അച്ഛൻ, ഒരു പറ്റ വേദനിച്ചിട്ടുള്ള അച്ഛന്. ഞാൻ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വീടുകളിൽ പോയിട്ടുള്ള ചരിത്രം പോയിട്ട് വേദനിച്ചത് ചോദിക്കാൻ എവിടെ പോയി ചോദിക്കുമ്പോൾ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേദന എനിക്ക് 10 വർഷം ഇടവകയിലിരുന്നു. അപ്പോൾ തമ്പുരാന്റെ മധ്യ ഒത്തിരി മക്കളുണ്ട്. ഇതിന്ന് എങ്ങനെയും ഈ തറവാട്ടിൽ നിന്ന് മക്കളെ ഇറക്കിക്കൊണ്ടു പോകാൻ വേണ്ടി ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട്. അത് ദുരന്തമായിട്ട് മാറും, അത് പാടില്ലത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ധ്യാനം കഴിയുമ്പോൾ നാളെ മുതൽ നിങ്ങൾ ഇടവപ്പള്ളിയിലോട്ട് പോകണം, കുർബാനയിലോട്ട് പോകണം, കുമ്പസാരിക്കണം, കർത്താവിന് നന്ദി പറയണം. നമുക്ക് ചുറ്റുമുണ്ട് ആശ്രമ ദേവാലയങ്ങളുണ്ട്, മറ്റു ദേവാലയങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും നമ്മൾ പോകണം. പക്ഷേ അതിനേക്കാൾ 10 ഇരട്ടിയായിട്ട് സ്വന്തം ഇടവകയോടുള്ള ബന്ധം നമുക്കുണ്ടാകും. ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോകണം. പക്ഷേ അതിനോടല്ല കൂറ് പുലർത്തേണ്ടത്, ഏറ്റവും കൂടുതൽ കൂറ് പുലർത്തേണ്ടത് ഇടവക ദേവാലയത്തോടെ. അതിനോടുള്ള ബന്ധത്തിൽ ഒരു കുറവുണ്ടാകാൻ പാടില്ല. ആ കുറവുണ്ടാകുമ്പോൾ സഭയുടെ അടിത്തറയ്ക്ക് ഓരോ കല്ല് ഞാൻ ഇളക്കുക, ഓരോ കല്ലുകൾ. ഞാനല്ലോ വളരേണ്ടത് സഭയാണ്, ഞാനല്ലോ ഡൊമിനിക്കേഷൻ ഇടയനും യാചകനും അതൊറ്റ ആ കുടുംബാന്തരീക്ഷം നഷ്ടപ്പെടരുത്. ഇത് പരിശുദ്ധാത്മാവിന്റെ വചനമാണ്. ഇതെല്ലാം മക്കൾ ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തില് 2 കരം യേശുവേ വിളിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്ഥിരപ്പെടുത്തി ഹല്ലേലൂയ. ഇത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഉച്ചത്തില് പോരാ. കരം ഉയർത്തി കൈയടിക്കാമോ? നല്ല അഭിഷേകം കേട്ടോ, നല്ല അനുഗ്രഹം. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം എടുത്ത് ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 2 കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. അവൻ പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സഭയുടെ നിലനിൽപ്പ് നമ്മളെല്ലാവരും എല്ലാ ധ്യാനികങ്ങളും ആശ്രമ ദേവാലയം സന്യാസ എല്ലാവരും ദൈവജനം എല്ലാവരും സഭയുടെ നിലനിൽപ്പ്
അത് കളയാൻ എളുപ്പമാണ്. പക്ഷെ വീണ്ടും ഉണ്ടാക്കുക ഏറെ പ്രയാസം. ചിലപ്പോൾ നമ്മൾ പുണ്യം കൂടാൻ വേണ്ടി ചെയ്ത പല കാര്യങ്ങളാണല്ലോ പിന്നീട് പല അനർത്ഥങ്ങൾക്കും കാരണമായിട്ട് ചെയ്യുന്നത്. സനോട് പറഞ്ഞേ ഹല്ലേലൂയ. സത്യമായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളോടിച്ച് കർത്താവിനെ മഹത്വപ്പെടട്ടെ. പോരാ, ആടിയട്ടെ 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 ആടിയട്ടെ. ആമേൻ. സനോട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛന് പറയാനുള്ള മറ്റു വലിയൊരു വചനം, വലിയൊരു വചനം പരിശുദ്ധമാണ് പറയാൻ പോകുന്നത്. വിവാഹം എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതായത് വിവാഹം എന്നത് ക്രിസ്തീയ കല്യാണങ്ങൾ പലതും. ചെറുക്കനെ പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നത് വിവാഹം എന്ന് പറയാം. ഒരു പെണ്ണും ചെറുക്കനെ കൂടെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവിടെ രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പലതും കല്യാണം ഞാൻ പറയും പണം കൊണ്ടുണ്ടാകുന്നു. ചില കല്യാണം പണം, അവിടെ നോട്ടം പണം, പണക്കാരിയാണോ പണക്കാരിയാണോ ഒരേ റേഞ്ച്. രണ്ടാമത്തെ കല്യാണത്തിന്റെ പഞ്ചായത്ത് പല പല വീട് പണിയാണല്ലോ പണം കൊണ്ട്. ചില വീട് പണി പഞ്ചായത്ത്, അതാണ് രജിസ്റ്റർ ഓഫീസ്. പഞ്ചായത്തുകാരിങ്ങനെ 5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ നല്ല വിദ്യാഭ്യാസം. അതും ക്രിസ്തീയ വിവാഹം. ഹല്ലേലൂയ. യേശുവേ നന്ദി. പറഞ്ഞ ഹല്ലേലൂയ. പഞ്ചായത്തുകാരും വീട് പണം പണം കൊണ്ടുള്ള. മൂന്നാമത് ഇതിൽ നിലനിൽക്കുന്ന എന്ത് മാത്രം അപ്പോൾ ഈശോ മിശിഹ നടത്തി കൊടുക്കുന്ന കല്യാണം, ഈശോ മിശിഹ നിന്നുകൊണ്ട് ആ കല്യാണത്തിന്റെ ഫലമുണ്ട്. ആ കല്യാണത്തിന്റെ ഫലമായിട്ട് സഭയ്ക്കാണ്. രണ്ട് പ്രിയപ്പെട്ട മക്കൾ കൂദാശകളെ കുറിച്ച് പഠിക്കുന്നു. കൂദാശകളിൽ ഏറ്റവും ജീവിതാന്തസ്സമായ ദൈവത്തിന് വലിയൊരു അനുഗ്രഹം. ദൈവവിളിയുടെ പറഞ്ഞ വിവാഹം, ക്രിസ്തീയ വിവാഹം, ഭാര്യ ഭർത്താവ് വധു വരനുള്ള തിരുസഭയുടെ അവർ തന്നെയല്ല, അവരുടെ മാതാപിതാക്കൾ കൂടെയുണ്ട്, അവരുടെ സഹോദരങ്ങൾ കൂടെയുണ്ട്, അവരുടെ പ്രിയപ്പെട്ടവർ. അങ്ങനെയാണ് വധു. രണ്ടുപേരും അങ്ങനെയാണ്. എന്നിട്ട് പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്ഥാനം സഭയുടെ നാമത്തിൽ ക്രിസ്ത്യൻ മാരേജ്. അപ്പോൾ അവിടെ 3 വ്യക്തികൾ, ഭാര്യയും ഭർത്താവും തന്നെയല്ല, അവരെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു വ്യക്തി. അതാരാണ്? പറഞ്ഞ ഹല്ലേലൂയ. അതാണ് ക്രിസ്ത്യൻ മാരേജിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമുള്ള വിവാഹമാണ് ക്രിസ്ത്യൻ. ഭാഗ്യം കിട്ടും. പല കുടുംബ മക്കൾക്കും ഇത് കിട്ടുമെന്ന് ഞാൻ ഏറെ സംശയം. പല മാതാപിതാക്കളുടെ മക്കൾക്ക് അങ്ങനെ ഭാഗ്യമുള്ള ദൈവാനുഗ്രഹമുള്ള വിവാഹം നടക്കുമോ എന്ന് സംശയം. ലോകത്തിന്റെ ചില പ്രത്യേക ശാസ്ത്രങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇങ്ങനെ മൃഗങ്ങൾ കൂടി ജീവിക്കുന്നത് പോലെ അവിടെ ആരും വേണ്ട. മൃഗങ്ങൾക്ക് അതുങ്ങൾക്ക് ഇണചേരുന്നിടത്ത് അതുങ്ങൾക്ക് ബന്ധുമിത്രാദികളൊന്നും ആവശ്യമില്ല. അതുങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന പിന്നാലെ പോകുന്നു. അങ്ങനെ ജീവിക്കുന്നു. ഇത് ഒത്തിരിയേറെ വിവാഹങ്ങൾ നടക്കുന്നു, വീടുകൾ പണിയുന്നു. അപ്പോൾ നിലനിൽക്കുന്നത് ഈശോ മിശിഹ ഒരുമിച്ച് കൊണ്ടുവന്ന വിവാഹങ്ങളാണ് സഭയിൽ. സഭയിൽ വിവാഹം നടക്കുമ്പോഴും അതിന്റെ നിയമാവലികളെല്ലാം പാലിച്ച് അപ്പനും അമ്മയൊക്കെയാണ് അവളുടെ ചെറുക്കന്റെ വീട്ടുകാരെ കുറിച്ചും പൂർവികരെ കുറിച്ചും ബന്ധുക്കളെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചും സംഭവങ്ങളെ കുറിച്ചും പഠിച്ചിട്ട് മോളെ അത് ശരിയാകത്തില്ല, മോനെ അത് ശരിയാകത്തില്ല, മോനെ അത് കൊള്ളാം, നല്ലതാ, നമ്മുടെ കുടുംബത്തിന് ചേരും, നാളെ മോക്ക് ചേരും, മോളൊന്നും പേടിക്കണ്ട, എല്ലാം പഠിച്ച് അറിഞ്ഞ് അവിടെ ഒരാൾ തന്നെ എടുക്കുന്ന തീരുമാനം. ഇവിടേക്കുന്ന യുവാക്കളോടും യുവതികളോടും സ്നേഹപൂർവ്വം ഒരു കാര്യം,
നമ്മുടെ മാതാപിതാക്കൾ എത്ര മോശം, എത്ര മോശം സ്വഭാവ ദൂഷ്യങ്ങൾ, ഒരുപാട് ദുശീലങ്ങളൊക്കെ. ഒരു കാര്യം നിന്റെ നാശത്തിന് നിന്റെ അപ്പനാണ്. കാരണം എന്താ അറിയാമോ? അവര് കഷ്ടപ്പെട്ടതും അവർ ഓടി നടന്നതും അവർ പണമുണ്ടാക്കിയതും അവര് രാത്രിയും പകലും കടന്ന് കഷ്ടപ്പെട്ടതും രാത്രിയിൽ ഉറങ്ങാതിരുന്നതും ശുശ്രൂഷിച്ചതും പണി ചെയ്തും വിദേശ രാജ്യത്ത് പോയതും അവിടെ മനസ്സിൽ മോളെ നിനക്ക് വേണ്ടിയാ, നിനക്കൊരു ഭാവി ഉണ്ടാകണം, നിനക്കൊരു ജീവിതം ഉണ്ടാകണം, നിനക്കൊരു നല്ല ജീവിത പങ്കാളി വേണം. ഈ ഒരൊറ്റ ചിന്തയെ അവിടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ നിന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ അവരിങ്ങനെ കഷ്ടപ്പെടാനോ ദുരിതപ്പെടാനോ ഒന്നും അവർ പോകത്തില്ലായിരുന്നു. അവർക്ക് നിന്നോട് സ്നേഹമുണ്ടോ? അപ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങളത് മറന്നുപോകും. ഇവര് മറന്നിട്ട് പറയാ, ഇന്നലെ വഴി വെച്ച് കണ്ട ഒരു ചെറുക്കൻ, ഒരു പെണ്ണ്, അവനാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അവളാണ് എന്നെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഈ തനിച്ചെടുക്കുന്ന തീരുമാനം, ആ തനിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അനർത്ഥമുണ്ടാവും. ഉറപ്പാണ് മക്കളെ. അതുകൊണ്ട് മാതാപിതാക്കളുടെ ശബ്ദം, സ്വരത്തിന് കുഞ്ഞുങ്ങൾ വില കൊടുക്കും. ഹല്ലേലൂയ. വിവാഹത്തിലേക്ക് രണ്ടാമത് സഭയോടുള്ള ബന്ധം. വിവാഹം നടക്കുന്നത് സഭയിലാണ് നടക്കുന്നത്. സഭ ആ കുടുംബത്തെ ഏറ്റെടുക്കുക, സഭയുടെ കുടുംബമായിട്ട് മാറുക. അത് ഈശോയാണ് ഒരുമിച്ചാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇത് നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളൊന്നാണ്. ഈ പരിശുദ്ധ കുർബാന ചിലയിടത്തേക്ക് ദുരുപയോഗം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാക്രിലേജ്, അതായത് പരിശുദ്ധ കുർബാനയ്ക്ക് ബ്ലാക്ക് മാസുകൾ കേൾക്കുന്നു, കുർബാന കൊണ്ടുപോയിട്ടൊക്കെ ചെയ്യുന്നു, ക്രൂരകൃത്യങ്ങൾ കുറെ അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളോട് വരാറുണ്ട്. അവർക്ക് ഭയങ്കര രോഗികളാണ്, മെന്റൽ പേഷ്യൻസ് ആയിട്ടാണ് വരുന്നത്. പൈശാചിക രോഗം, പൈശാചിക മെന്റലാണ്, മാനസിക വിഭ്രാന്തിക്ക് പഠിക്കുന്നത്. ഇതൊക്കെ പോയിട്ട് ഇത് കേരളത്തിൽ പലയിടങ്ങളിലും നിങ്ങളുടെ പൈശാചിക വർഷിപ്പേഴ്സ് ഉണ്ട്, സെക്ഷൻ വർഷിപ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോയിട്ട് സന്തോഷം നേടി പോകുന്നു, പക്ഷെ അവസാനം വലിയ രോഗികളായിട്ട് തിരിച്ചു വരും. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞ ഞാൻ പറഞ്ഞു പറ്റില്ല. പരിശുദ്ധ കുർബാനയെ ദുരുപയോഗിക്കുന്ന പരിശുദ്ധ കുർബാന കൂദാശയം, ആ ദിവ്യകാരനൊരു കൂദാശയം, അത് ഞാന് നശിപ്പിച്ചാൽ അത് പാപമാണ്, അത് ദൈവവിരുദ്ധമാണ് നമുക്ക് എന്ന് പറയുന്ന പോലെ തന്നെയാണ് വിവാഹമെന്ന കൂദാശ. ദൈവം യോജിപ്പിച്ചതിനെ വേർപെടുത്താൻ വേണ്ടി ആശ്രമിച്ചാൽ അതിനകത്ത് ദുരന്തമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമുക്ക് തരുമ്പോൾ എല്ലാം സന്തോഷം, വേദനയും. ഞാനിവിടെ നിൽക്കുമ്പോൾ നല്ല ശരീരം ക്ഷീണവും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ജനസംഘം ശുശ്രൂഷ കൊണ്ടൊക്കെ വെരി 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 ഞാൻ പലപ്പോഴും എന്റെ പിതാവിന് സുഖമാണ്, എനിക്കേ ഉള്ളു കുറിച്ച് സിനിമ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എനിക്ക് 50 ഇടവക തന്നു, ഞാൻ ഈസി ആയിട്ട് കൊണ്ടുപോകും. പക്ഷേ ജ്ഞാനേന്ദ്രം കുരിശാണ്, സഹനമാണ്, ഭയങ്കര തന്നെ അപമാനം ഉണ്ടാവും, മണക്കേടുണ്ടാവും, പരിഹാസം ഉണ്ടാവും, എല്ലാം കേൾക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ട് വേണം ഞാൻ നടുക്ക് നിന്നുകൊണ്ട് കർത്താവിനെ എല്ലാവരും പരിഹസിക്കുമ്പോൾ നടുക്ക് നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ. അതിനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. അതിനുള്ള വലിയ കൃപ കർത്താവ് എനിക്ക് തന്നു. സ്ഥലത്തെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സുവിശേഷ വേല ഞാൻ ചെയ്തത്. കർത്താവിന് കൃപ തന്നുകൊണ്ട് അനുഗ്രഹം തന്നു. വലിയ വിഷമം ഒരു കാരണം ഈശോയ്ക്ക് ഞാൻ നോക്കുന്നു, ഈശോയുടെ മുഖത്തേക്ക് മാത്രം, മനുഷ്യനെ ഈശോ നോക്കും. സ്ഥലത്തെ പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ കുടുംബ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന ജീവിത പങ്കാളി ചിലപ്പോൾ മാനസിക രോഗിയാകാം, കഴിവ് കുറവ് കാണും, ചിലപ്പോൾ അവർക്ക് ചില കഴിഞ്ഞ കാലങ്ങൾ ചില ദുർസ്വഭാവങ്ങൾ കാണും, ചിലപ്പോൾ അവരുടെ കഴിവ് കുറവുകൾ ഒത്തിരി ബലഹീനതകൾ കാണും, ചിലപ്പോൾ നീ പറയുന്നൊന്നും മനസ്സിലാക്കുന്നില്ല, നിന്നെ സ്നേഹിക്കുന്നില്ല, ഇതിനൊക്കെ ഒത്തിരി സംഭവങ്ങൾ കാണും. ചിലപ്പോൾ ഒരു കുഞ്ഞിനെ ചലിപ്പിക്കാനുള്ള കഴിവ് പോലും ഒക്കെ ഉണ്ടാകുന്നു. പല വിധത്തിലുള്ള കഴിവുണ്ട്. ചിലപ്പോൾ ഒത്തിരി ചതികൾ കാണും. അപ്പോൾ ചോദിക്കാം, ഇതെനിക്ക് വേണ്ട. പഠിക്കുന്ന ഈ വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു വാക്ക് പറയും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വിവാഹമോചനം കഴിയുന്ന നിന്റെ ജീവിതം തീർന്നു നീ കരുതി. കഴിഞ്ഞ ആളുകൾ രസകരമായ സമയം ഒരുത്തി എന്റെ അടുത്ത് അച്ഛ എനിക്ക് ഒരു കല്യാണാലോചനയ്ക്കിട്ടാണ് അച്ഛൻ പ്രാർത്ഥന. എന്താണ് അച്ഛ? 4ാമത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഡൈവോഴ്സ് അയച്ച അവൻ ശരിയല്ലേ? രണ്ടാമത്തെ അവനും ശരിയല്ലേ? അവനും ശരിയാണ്. 4ാമത്തെ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഇനി മേലിൽ നീ കല്യാണം കഴിച്ചേക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി മേലിൽ നീ കല്യാണം കഴിച്ചേക്കരുത്. നീ
നീ വല്ല ആശ്രമത്തിലെ വീടും പോയി ജീവിക്കും, വല്ല അനാഥ മന്ദിരത്തിനും പോകും. അല്ല അപ്പനമ്മയ്ക്ക് എന്നെ വേണ്ടച്ച ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ട അവന്റെ ജീവിതം വെറുതെ അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊടുക്കും. ചില ജീവിതങ്ങളുണ്ട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഉടനെ അത് ശരിയല്ല. ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. പഴയ മാതാപിതാക്കളും ഇന്നത്തെ മാതാപിതാക്കളും വ്യത്യാസം പറയുമ്പോൾ, പണ്ടത്തെ മാതാപിതാക്കൾ ചെറുപ്പത്തില് നമ്മുടെ അപ്പനമ്മമാരും നമ്മളൊന്നും വലിയ കെയറിങ് ഒന്നും, ഭക്ഷണം ഒന്നും സമയത്ത് കിട്ടി, കരയുമ്പം വന്ന് എടുക്കാൻ ഏതെങ്കിലും അപ്പനമ്മമാര് ഇവിടേക്കുന്ന മുതിർന്ന അപ്പന്മാരും അമ്മമാരും അടുത്തോട്ട് പോലും വന്നിട്ടില്ല. അങ്ങനെ കെയറിങ് ഒന്നും കിട്ടിയിട്ടില്ല. തുണി കിട്ടിയാ കിട്ടിയില്ല. എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടുന്നത് നല്ല അടിയ, നല്ല ചീത്തകളെ നടക്കുന്ന ഭയങ്കര പ്രശ്നമാണ്. ഭക്ഷണം കിട്ടിയാ കിട്ടി എന്നുവെച്ചാൽ ചെറുപ്പം മുതലേ വേദനയിൽ വളർന്നു. വേദന എന്താണെന്നറിയാം. വേദനയെ അവര് പരിഹരിക്കാനും അറിയാം. വേദനിച്ച് കഷ്ടപ്പെട്ടു ദേഹത്ത് ഭയങ്കര രോഗങ്ങളൊക്കെ വന്നു, കരപ്പനൊക്കെ വന്നു, സകല സാധനവും വന്നു, എല്ലാം വന്നു, അതിനകത്ത് കിടന്നു ഉരുണ്ട് കളിച്ച് അങ്ങനെ വളർന്നു വരുമ്പം ചെറുപ്പത്തിലെ പദം വന്ന മച്ചുറായ ജീവിതം. ഇന്നത്തെ കുട്ടികൾക്ക് 70ാമത്തെ വയസ്സിലെ മച്ചുരുട്ടി ഉണ്ടാവുകയുള്ളൂ. അതിലിപ്പുറമൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് മച്ചുരുട്ടി ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നും തോന്നണ്ട, കാണുന്നില്ല. സകലം കണ്ടിട്ടില്ല. തീ പൊള്ളി പണ്ടത്തെ അമ്മമാരുടെ കൈ ഇഷ്ടം പോലെ പൊള്ളാറുണ്ട്. പൊള്ളി പണുന്നു അതതിന്റെ ഭാഗമാണ്. അടുപ്പിലെ പോയിരിക്കുമ്പോൾ അവര് തീ കത്തിക്കുമ്പോൾ അങ്ങോട്ട് ഊതുമ്പോൾ ഇങ്ങോട്ട് പുക വീഴണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വലിച്ച് ആ വേദനയ്ക്കകത്തും ആ പുകയ്ക്കകത്തും ആ ദുരിതങ്ങൾക്ക് വളർന്നുകൊണ്ട് ജീവിതത്തിൽ ചെറുപ്പത്തിലെ സഹനം എന്താണെന്നും സഹനത്തിന് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. തൂമ്പാപ്പണി ചെയ്യുമ്പോൾ കൈ പൊട്ടാറുണ്ട്, കാല് പൊട്ടാറുണ്ട്, വീഴ്ചയുണ്ട്, അതൊന്നും ബാധിക്കുന്നില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്താ? ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഈ ജനിച്ചു വീഴുമ്പോൾ ഈ പ്രായമാകാത്ത 7 മാസം 6 മാസമാകുന്ന കുട്ടികൾ ജനിക്കുന്നത് എവിടെ ഇടുന്നത്? ഒരു പ്രത്യേക സ്ഥലത്തിടുമല്ലോ. നിങ്ങൾ ചൂട് കിട്ടാൻ വേണ്ടി സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞിരുന്നത്. ഇതിന് പൊടിയും തണ്ടാതെ ഇതിങ്ങനെ പൊതിഞ്ഞോണ്ടെന്നാണ്. ഇതിന് വേദനയെന്ന്, ഇതിനോട് വഴക്ക് പറയില്ല, നോക്കിയാ കൊച്ചു ബോധം കിട്ടുന്ന ആളുകൾ. ഇതിനൊരു വല്ലാത്ത സാധനങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ. ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നാളെ കെട്ടിയവര് വീട്ടിൽ ചെല്ലുമ്പോൾ കെട്ടിയവർ എല്ലാവരും എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം പെട്ടിയെടുത്ത് വീട്ടിൽ വരും. കാരണം വെച്ച് കഴിഞ്ഞാല് സഹിക്കാൻ പറ്റിയല്ല. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പണ്ടത്തെ തോറ്റിട്ട് വരുമ്പോൾ ചിരിച്ചോണ്ടാ വരും. ഹല്ലേലൂയ. അതിനാണ് ഇപ്രാവശ്യം ചിരി. ഇപ്രാവശ്യം കൊണ്ട് എല്ലാ പ്രശ്നവും തീർന്നു. അതിനാണോ തോറ്റു. അപ്പം പറഞ്ഞു അടാ ഇവിടെ മുഴുത്തി ഒരു തൂമ്പായിരിപ്പടെ പോയി പണിതു. ഇനി നീ പഠിക്കാനും അവിടെ പഠിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ ഹല്ലേലൂയ. അപ്പോഴവൻ തോറ്റാൽ പ്രശ്നമില്ല, മാർക്ക് പറഞ്ഞാൽ പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല. വീട്ടിൽ മരണങ്ങളുണ്ടാവും. മരണം ഉണ്ടാവുമ്പം അതിന്റെ അടുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. 5-8 കുഞ്ഞുങ്ങൾ ഒരെണ്ണം പോകുമ്പോൾ ഒരെണ്ണം പോയി അടുത്ത ആഴ്ച അടുത്ത് പോകും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. സകല വേദനയോടും പൊരുത്തപ്പെട്ട വേദനിച്ച് വളർന്ന കുടുംബങ്ങൾ, വേദന കിട്ടി, നല്ല തല്ല് കിട്ടി. അപ്പനമ്മമാര് അന്ന് തല്ലിയതിന്റെ പാട് ഇന്നും പലരുടെയും ദേഹത്തുണ്ട്. അന്ന് തല്ലിയ കല്ലിന്റെ പാട് ഇപ്പോഴും നോക്കി ശരിക്കും ഉണ്ട്. തൊടയിലൊക്കെ ഉണ്ട്, കയ്യിലുണ്ട്, തലയിലുണ്ട്. അപ്പനടിച്ചത് പാടിപ്പോഴുണ്ട്. ഇപ്പോഴും അപ്പനെ പല ഓർക്കുന്ന ഈ പാട് കാണുമ്പോൾ അപ്പം മരിച്ചോണ്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇത് അവന്റെ അപ്പം എന്നുള്ളതാണ്. കാരണം അങ്ങനെ അപ്പോഴോ അപ്പൻ തല്ലി എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം കയ്യിലെടുത്തോണ്ട് പോവുകയല്ല. അപ്പൻ തല്ലി എന്ന് പറയുമ്പോൾ എനിക്ക് വീട് വേണ്ടെന്ന് പറയാലോ. ഉടനെ പിറ്റേ ദിവസം വീണ്ടും അപ്പനും കൂട്ടുകൂടി സ്നേഹിച്ച് ആ ഒരു സ്നേഹ അന്തരീക്ഷം അതങ്ങ് പോയി. ഇന്നിങ്ങനെ VIP നമ്മൾ ചില കുഞ്ഞു കോഴികളെ വളർത്തുന്നു. കൂട്ടിലകത്തിട്ട് കോഴികളെ വളർത്തും, മരുന്ന് കൊടുത്ത് വളർത്തും. 40-ാം പൊക്കം ഇത് വളരും. 40-ാം പൊക്കം ഇതിനെ കൊന്നോണം. അല്ല എനിക്ക് എന്റെ ഡേറ്റ് ഒന്നും അറിയത്തില്ല. 50-ാം പൊക്കം വളർന്നില്ലെങ്കിൽ 55 ഏതൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. 55 തന്നെ ചണ്ടുപൊട്ടി ചാവൂന്നാവും. അതൊന്നും വേദനിക്കാൻ ചണ്ടുപൊട്ടി പോകും, തന്നെ അത് പോകുന്നു. ഇന്നത്തെ അതുപോലെ കുഞ്ഞുങ്ങൾ ഇത്ര കഴിയുമ്പോൾ 17-ാമത്തെ വയസ്സാകുമ്പോൾ ഇതിങ്ങനെ നോക്കുക. നിങ്ങൾക്ക് തമാശല്ല പറയും അച്ഛന്മാര് പറയും. നിങ്ങളെ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തി തേനും പാലും സഹനമില്ല,
കിടക്ക് നമ്മൾ അതോ ഏറ്റവും നല്ല കട്ടില്, ഏറ്റവും നല്ല മെത്ത, ഏറ്റവും വില പിടിപ്പുള്ള, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല വസ്ത്രം, അങ്ങനെ സ്നേഹ സന്തോഷം മാത്രം. അതുകൊണ്ട് കൊച്ചിന് ഒരു കുഞ്ഞു വേദന പോലും സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വിവാഹ ജീവിതം പറ്റില്ല മക്കളെ. വിവാഹ ജീവിതത്തിൽ സഹനമുണ്ട്. വിവാഹ ജീവിതത്തിൽ സഹനമുണ്ട്. നമ്മുടെ പല മാതാപിതാക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. അവര് കല്യാണം കഴിച്ച് ചിലപ്പോൾ ഭാര്യമാര് മാനസിക രോഗികളാണ്. അതൊന്നും പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല അവരാരും. അവർക്കതൊരു വേദനയായിട്ടും കണ്ടിട്ടില്ല. അതിനെ സ്നേഹിച്ചും അതിനുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയും അതുങ്ങളെ പോറ്റിയൊക്കെ ജീവിക്കുന്ന എത്ര അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്. കാരണം സഹിക്കാൻ പഠിച്ചു. ചെറുപ്പത്തിൽ അപ്പന്റെ അമ്മയിലൂടെ കൂടെ നടന്ന് വേദനയ്ക്ക് വലിയ വേദന, അതൊക്കെ സ്വാഭാവികമാണ്. ജീവിതത്തിൽ വേദനയുണ്ട്. ജീവിതം എന്ന് വെച്ചാൽ വേദനയില്ലാത്തതല്ല. ജീവിതത്തിൽ വേദനയുണ്ട്. അതിനോട് ഒരു സമഭാവന, ഒരു ശാന്തതയുള്ള കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് പേടിക്കാറൊന്നുമില്ല, വിഷമിക്കാറൊന്നുമില്ല, ദൈവാശ്രയത്വമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വേദന കിട്ടിയിട്ടില്ല, തല്ല് കിട്ടിയിട്ടില്ല, സഹനം കിട്ടിയിട്ടില്ല. ഇന്നത്തെ പുതിയ അധ്യായങ്ങൾ, പഠനങ്ങൾ അങ്ങനെയാണല്ലോ. കുഞ്ഞുങ്ങളെ തൊട്ടേക്കുന്നത് ശരിയാ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറ്റി സഹിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചുമ്പോൾ അവനോട് പറയും, എട്ടാം മുഖം പറയും, നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവന് വഴക്ക് പറ്റില്ല, ഇവള് വഴക്ക് പറഞ്ഞ് പറ്റത്തില്ല, ഒരു ചൂടടിച്ച് പറ്റത്തില്ല, ഭക്ഷണം വേദന വരുമ്പോൾ പറ്റില്ല, ഇതെനിക്കുള്ള ഇത് പറ്റത്തില്ല, വിശ്വാസം പോയി, എല്ലാം പോയി. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ സഹനത്തിലൂടെ വളരണം. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വിശ്വാസം പറഞ്ഞതുകൊണ്ടറിയോ, വേദന അറിഞ്ഞിട്ട് എല്ലാം ഇട്ടുമൂടി കൊടുക്കുക. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ നാശത്തിന്റെ കാരണം ഒറ്റ വാക്ക് പറയട്ടെ, പണം കൂടിപ്പോയി, സൗകര്യം കൂടിപ്പോയി. ഇതില്ലായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം. സൗകര്യങ്ങൾ നാടൻ പരത്ത്, ഭക്ഷണം, നല്ല ഭക്ഷണം, നല്ല വീട്, നല്ല സൗകര്യം. അപ്പോൾ അവൾ അവളുടെ ലെവലിൽ ജീവിക്കണം, അവൻ അവന്റെ രണ്ടുപേരുടെ ലെവലിൽ രണ്ട് ശരിയാണ്. കഴിഞ്ഞ ആളുകൾ ഇരിക്കില്ല, കേരളത്തിലെ പറയാൻ പറ്റത്തില്ല, അത് മനസ്സിൽ അതിന്റെ യഥാർത്ഥ കേസ് നല്ല VIP കേരളത്തിൽ, ഇന്ത്യയിലെ തന്നെ VIP ആയി മോൻ, അവൻ അപ്പന്റെ ഒരു മകൻ, അവനും അതുപോലെ തന്നെ ഒരു വലിയ വീട്ടിലെ മോളും കല്യാണം കഴിച്ചു. 1 വർഷമായിട്ടില്ല ഡൈവോഴ്സ് ആകുമ്പോൾ. വേറെ സ്ഥലം എനിക്കറിയാം, എവിടെയെന്ന് പറയില്ല, ഒരു കല്യാണത്തിന്റെ ഒറ്റ ദിവസത്തെ ഭക്ഷണം 4 വർഷം 34 ലക്ഷം, 34 lakhs ഒറ്റ ദിവസം ഭക്ഷണം. ഡൈവോഴ്സ്. അന്ന് കല്യാണത്തിന് മെത്രാന്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, ധ്യാനഗുരുക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ധ്യാനഗത്തിൽ അപ്പനമ്മയും ധ്യാന ശുശ്രൂഷയിലുള്ള അപ്പനമ്മയും. പക്ഷേ ഇവര് പഠിക്കുമ്പം ഈ കൊച്ചു ആൺകുട്ടിക്ക് സഹനം കൊടുത്ത് കിട്ടിയിട്ടില്ല. നമുക്ക് അല്ലെ വീട്ടില് മുട്ടുമേന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, കൈവിരിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, മുട്ടേന്ന് നീട്ടിയിട്ടില്ല. വേണ്ട, കൊച്ചു വേണ്ട, അവളെ തോകത്തെ പൊടി പറ്റരുത്. ഈ ഒരിടത്തെ ഇങ്ങനെ സഹിക്കുമ്പോൾ വേദന ഇടുകൊണ്ട് കുഞ്ഞുങ്ങൾ സഹിക്കില്ല മക്കളെ. അവിടെ കുഞ്ഞുങ്ങൾ സഹിക്കും. അതുകൊണ്ടാണ് ഇത് കുട്ടികളുടെ മാനസിക രോഗം കൂടുതൽ. അവിടെ ഇവർ ഇറങ്ങിപ്പോകുന്നു. ഭയങ്കര ഫ്രീഡം കിട്ടി അങ്ങ് പോകരുത്. വേദന എന്ന് അറിഞ്ഞിട്ടില്ല. വേദനയില്ലാതെ ജീവിതത്തിന് പക്വത ഉണ്ടാകില്ല. പക്വത ഉണ്ടാവണമെങ്കിൽ വേദന വേണം. നല്ല വേദനയുടെ സഹനത്തിലൂടെ കയറി വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരാരുടെയും പുറകെ പോകില്ല. അവര് വഴിവിട്ട ബന്ധങ്ങൾ, പ്രബന്ധങ്ങൾ പോകില്ല. അവർ സഭയൊന്നും ഉപേക്ഷിച്ച് പറയുന്നു. ചെറുപ്പത്തിൽ വീട്ടിലെ കഷ്ടപ്പാടുകൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ വളർന്നു. അവർക്കറിയാം, അപ്പന്റെ വേദന അറിയാം, അമ്മയുടെ വേദന അറിയാം, ഒക്കെ അറിയാം. ഇതൊന്നും അറിയത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ. എഴുന്നേറ്റ് ഒരു നിമിഷം പ്രസ്തുതിക്കാൻ പോവാം. പക്ഷേ വ്യാപരിക്കട്ടെ. 2 കരം ഒറ്റ വിളി ഈശോയെന്ന് വിളിച്ച്